السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على من أرسله رحمة للعالمين وعلى آله وصحابته أجمعين، أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وأتموا الحج والعمرة لله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഹാജിമാരെ, ഹജ്ജിമ്മമാരെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തെ പഠിക്കാനും അത് മനസ്സിലാക്കാനും പഠിപ്പിച്ചു കൊടുക്കുവാനും അതിനുള്ള അവസരം ഒരുക്കി അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ഹജ്ജ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം ഹജ്ജിന് പോകുന്നത് എന്നാണ് ഹാജിമാരോട് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി നമ്മൾ പോയി വരുന്നത് എളുപ്പമല്ല. ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ അതിനുവേണ്ടി നമ്മൾ ചെലവാക്കുന്നു. ഗവൺമെന്റിലൂടെ പോകുന്ന ആളുകളാണെങ്കിലും ഏകദേശം സർക്കാർ റേറ്റ് തന്നെ ഏകദേശം ഒരു 5 ലക്ഷത്തോളം ഒക്കെ വരും. പിന്നെ പോയി നമുക്ക് അവിടെയുള്ള ഏതാനും ദിവസങ്ങൾ, അതല്ലെങ്കിൽ 10-40 ദിവസത്തോളം അവിടെ കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ നമ്മൾ പണം കരുതണം. അതിനു വേണ്ടിയുള്ള നമ്മുടെ യാത്രാ ക്ലേശങ്ങൾ, അവിടെ വെച്ച് നമ്മൾ അത്രയും സമയം നമ്മുടെ മറ്റ് ജോലികളും മറ്റുമെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കം, ഇതെല്ലാം തന്നെ വളരെയേറെ പ്രയത്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു കർമ്മമാണ്. സാമ്പത്തികമായും ശാരീരികമായും സമയബന്ധിതമായും എല്ലാം തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ അതിലൂടെയുണ്ട്. എന്നിട്ടത് ഫലപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിലോ ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെടുന്ന അത്രയും പ്രയാസകരമായ ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഞാൻ പോകുന്നത്, എന്താണ് ഹജ്ജ് എന്നുള്ളത് അറിയണം. പലപ്പോഴും തന്നെ നാട്ടിൽ നമ്മേക്കാൾ സൗകര്യം കുറഞ്ഞ ആളുകൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ ജോലിക്ക് വന്നിരുന്ന ആളുകൾ അവരൊക്കെ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയത്രേ. അതുകൊണ്ട് നമുക്കും ഒന്ന് ഹജ്ജിന് പോകണ്ടേ, ആൾക്കാർ പറയില്ലേ എന്ന് ഭാര്യ പറയുന്നു. അതുകൊണ്ട് തന്നെ എന്നാ നമ്മൾ അടുത്ത കൊല്ലം ഒന്ന് പോയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മക്കൾ പലപ്പോഴും തന്നെ ഗൾഫ് നാടുകളിൽ എത്തിപ്പെടുന്നു. അവിടെ ഇസ്ലാഹി സെന്ററിന്റെ ക്ലാസ്സുകളും അതുപോലെയുള്ള പ്രോഗ്രാമുകളിലുമൊക്കെ സംബന്ധിച്ചപ്പോൾ ഹജ്ജിന്റെയും ദീനിന്റെയും ഒക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളോട് പറയുന്നു, ഉപ്പ പാസ്പോർട്ട് എടുക്കണം, ഉപ്പ ഈ വർഷം ഹജ്ജിന് പോകണം, ഉമ്മ അതിനു വേണ്ടി ഒരുങ്ങണം. ഞാൻ ഒരുങ്ങണ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ മക്കൾ പറഞ്ഞതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും വേണ്ടി ഒരുങ്ങുന്ന ആ നിലക്ക് ഹജ്ജിലേക്ക് കടന്നു വന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ദുനിയാവിൽ അല്പം സൗകര്യം നൽകി സാമ്പത്തികമായ വിശാലത നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ ആളുകൾ എന്തു പറയും? നാട്ടുകാരൊക്കെ ഇത്രയും സൗകര്യമുള്ള ഒരാള് ഹജ്ജിന് പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതൊരു അപമാനമായി കൊണ്ട് കണ്ട് എന്നാൽ നമുക്കൊന്ന് ഹജ്ജിന് പോകാം. ആ രൂപത്തിലൂടെയൊക്കെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന, അതിനു വേണ്ടി ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ മാറി ചിന്തിക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിർബന്ധമാക്കിയ മനിസ്തതാഅ ഇലൈഹി സബീല, അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്ന ആളുകൾ ഹജ്ജ് നിർവഹിക്കണം. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തതാഅ ഇലൈഹി സബീല, അല്ലാഹുവിന് വേണ്ടി കഴിയുന്ന ആളുകൾ, മക്കയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. ശാരീരികമായി ആരോഗ്യമുണ്ട്, സാമ്പത്തികമായ സൗകര്യമുണ്ട്, യാത്രാ പ്രയാസങ്ങളും ക്ലേശങ്ങളും ഒന്നും നമ്മുടെ സർക്കാർ തലത്തിൽ നമുക്കതിന് തടസ്സങ്ങളില്ല എങ്കിൽ ഹജ്ജ് ചെയ്തേ മതിയാകൂ. ഹജ്ജ് കൂടി ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ ഈമാൻ, എൻ്റെ ഇസ്ലാം പൂർണ്ണമാകുകയുള്ളൂ, ഞാൻ യഥാർത്ഥ മുസ്ലിമായി തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. വഅന മിനൽ മുസ്ലിമീൻ എന്ന് ഞാൻ പറയണമെങ്കിൽ കഴിവുള്ള ആളുകൾ ഹജ്ജ് കൂടി ചെയ്യണം.
അതുകൊണ്ട് തന്നെ ആ നിലക്കായിരിക്കണം ഹജ്ജ് ചെയ്യുന്നത്. അതല്ലാതെ ആൾക്കാരെല്ലാവരും പോകുന്നുണ്ട്, മക്കൾ അതിനു വേണ്ടി പ്രേരിപ്പിച്ചു, സൗകര്യങ്ങളുള്ള മക്കളാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ സമ്പത്ത് എത്ര വേണമെങ്കിലും ചെലവാക്കാൻ മക്കൾ തയ്യാറാണ്. ആ നിലക്ക് ഹജ്ജിന് പോയ ആളുകൾ, ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച ആളുകൾ മനസ്സിലാക്കുക, ഒരു സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മുത്തബിഉസ്സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യരിൽ പ്രമുഖനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നബി വഫാത്തായിരിക്കുന്നു. സഹാബികൾ മുഴുവനും മരണപ്പെട്ടു കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഇടയിലാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിരുന്നു കൊണ്ട് ചിലര് പറയാൻ തുടങ്ങി, ഇക്കൊല്ലം വല്ലാത്തൊരാൾക്കൂട്ടം തന്നെയാണ് വന്നത്. മാക്തറുൽ ഹാജ്, എത്രമാത്രം ഹാജിമാരാണ് ഇപ്രാവശ്യം വന്നത്, എമ്പാടും ആളുകൾ കൊല്ലം ഹജ്ജിന് എത്തിയിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിച്ച നിലക്ക്, കേൾക്കാവുന്ന തരത്തിൽ ചിലര് പറയാൻ തുടങ്ങി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ്, അങ്ങനെ പറയാറായിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റുകയില്ല. മാക്തറുർ റക്ബ്, ഒരുപാട് യാത്രക്കാർ വന്നു പോയിട്ടുണ്ട്, മക്കത്ത് ഒരുപാട് വാഹനങ്ങൾ വന്നു പോയിട്ടുണ്ട്, അതല്ലാതെ ഒരുപാട് ഹാജിമാര് വന്നു എന്ന് പറയാൻ പറ്റുകയില്ല. മാ ഖല്ലുൽ ഹാജ്, ഹാജിമാർ കുറവേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയെങ്കിലും മക്കത്ത് പോയി വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഹാജി ആയിക്കൊള്ളണമെന്നില്ല. കാരണം 10-40 ലക്ഷം ആളുകൾ സൗദി അറേബ്യയുടെ കണക്ക് പ്രകാരം ഓരോ വർഷവും 40 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ആളുകൾ ഹജ്ജിന് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം ആളുകൾ ഇഖ്ലാസോടുകൂടി, എത്രത്തോളം ആളുകൾ കൃത്യമായ ഹജ്ജിന്റെ ആദാബുകളും അതിന്റെ മര്യാദകളും പാലിച്ചുകൊണ്ട് ഹജ്ജിന് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത് പടച്ചവനെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിക്കുക, പഠിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഹജ്ജിന് പോകുന്നത്. ഉമ്മയും മകനും പോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോന്റെ കൂടെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. ഉമ്മ പഠിക്കണം, ഉപ്പയും പഠിക്കണം. ആരൊക്കെയാണോ ഹജ്ജിനുള്ളവർ അവരെല്ലാവരും എന്താണ് ഹജ്ജ് എന്ന് ശരിയായ രൂപത്തിൽ അറിഞ്ഞുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകണം. കാരണം ഹജ്ജിൽ ഓരോന്നും അവനവൻ തന്നെ ചെയ്യേണ്ട വിഷയമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം അമീർ ചെയ്യുന്നു, മറ്റുള്ള ആളുകളെല്ലാം തന്നെ അതിന്റെ കൂടെ ചെല്ലുക, കൂടെ പറയുക, ആ നിലക്കുള്ള ഒരു കർമ്മം ഹജ്ജിൽ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞങ്ങൾ നല്ല ഗ്രൂപ്പിലൂടെയാണ് പോകുന്നത്. അതിൽ അമീറാണെങ്കിൽ ഒരുപാട് കൊല്ലം ഹജ്ജിന് വേണ്ടി നേതൃത്വം കൊടുത്ത അമീറിന്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ളത് ആരെയും തന്നെ അതിൽ നിന്ന് പുറകോട്ട് പിടിച്ചു വലിക്കാൻ പാടില്ല. കാരണം ഹജ്ജ് എന്നുള്ളത് അമീറിന് വേണ്ടി ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ അമീറിനെ കാത്തു നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഓരോരുത്തരുമായിരിക്കണം ചെയ്യേണ്ടത്. അതാണ് ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജ് എന്നുള്ളത് അത് വളരെ എളുപ്പമാണ്. ഹജ്ജ് വളരെ എളുപ്പമാണ്. 2 റക്അത്ത് നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന അത്ര പോലും ഹജ്ജിന് വേണ്ടി നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ ഹജ്ജിന്റെ ഒരു പുസ്തകം ഇൻഷാ അല്ലാഹ് കിട്ടാത്ത ആളുകൾക്കൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ തരും. അതില് ഒരു 2-3 വരി മാത്രമാണ് കാണാതെ പഠിച്ച് നിങ്ങൾക്ക് ചൊല്ലാനുള്ളത്. അതല്ലാതെ പല പുസ്തകങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചപ്പോൾ 1 പേജ്, 1.5 പേജ്, 2 പേജ് നീളു നിൽക്കുന്ന പ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും തവാഫിന്റെ ഓരോ ചുറ്റലിലുമൊക്കെ പ്രത്യേകം പ്രാർത്ഥനകൾ, അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഒന്ന് കാണാതെ പഠിക്കേണ്ടതില്ല. ഹജ്ജിന്റെ തുടക്കം മുതൽ നമ്മൾ പരിശോധിച്ചാൽ 2-3 വരിയുള്ള ഒരു ചെറിയ ദിക്ർ മാത്രമാണ് സ്വഫയിൽ വെച്ചും മറുവയിൽ വെച്ചും ഒക്കെ നമുക്ക് ചൊല്ലാനുള്ളത്. അത് മാത്രമാണ് കാണാതെ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചെറിയ ലഫ്ളുകൾ. ലബൈക് അല്ലാഹുമ്മ ഉംറ, അതാണ് ഉംറയിലേക്ക് കടക്കുമ്പോൾ. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് ലബൈക് അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബൈക ഉംറ. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടി. അതുപോലെ തവാഫിന്റെ സമയത്ത് ചെറിയ 1-2 ലഫ്ളുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണാതെ അല്ലെങ്കിൽ നിങ്ങൾ ഹജ്ജിന് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കുന്നു എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ.
പടച്ചവന്റെ വിളി കേട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന മനസ്സ് അതായിരിക്കണം നമ്മിൽ ഉണ്ടാകേണ്ടത്. ആ ഒരു ചിന്താഗതി നമ്മിൽ ഉണ്ടാകുക. അതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായ ചില കാര്യങ്ങളെ കാണാതെ പഠിക്കേണ്ടതുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഹജ്ജിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിന്റെ 3 തലങ്ങൾ. ഒന്ന്, ഹജ്ജിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക. ഹജ്ജിന്റെ ചരിത്രം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ചരിത്രമാണ് നമ്മൾ അയവിറക്കി അനുസ്മരിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗോജ്ജലമായ ചരിത്രമാണ്. തവാഫിലായിരുന്നാലും സഅയിലായിരുന്നാലും മിനായിലായിരുന്നാലും ജംറകളിൽ കല്ലെറിയുന്നിടത്തായിരുന്നാലും അവിടെയെല്ലാം തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കുടുംബത്തിന്റെയും ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം അത് ഒരിക്കലും തന്നെ വിസ്മരിച്ചു പോകേണ്ട ചരിത്രമല്ല. അത് ലോകം നിലനിൽക്കുന്ന കാലം അത്രയും അത് ലോകത്ത് ആ ചരിത്രം ആവർത്തിക്കപ്പെടണം, അത് അനുസ്മരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മില്ലത്ത് ഇബ്രാഹിം എന്നുള്ളത് പ്രത്യേകമായി കൊണ്ട് നമ്മോട് എടുത്തു പറഞ്ഞത്. അപ്പൊ അതാണ് ചരിത്രം പഠിക്കുക. രണ്ടാമതായിക്കൊണ്ട് ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെങ്കിലും ചെയ്താൽ പോരാ. മക്കത്ത് പോയാൽ അവിടെ കുറെ ആളുകൾ എന്തൊക്കെയോ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കിയുള്ള ആളുകളൊക്കെ അത് കൂടെ ചൊല്ലുന്നു. വേറെ ചില ആളുകൾ എന്തൊക്കെയോ ചില ഗോഷ്ഠികൾ കാണിക്കുന്നു, മറ്റുള്ള ആളുകൾ ചിലത് അത് ഏറ്റു ചെയ്യുന്നു. അതെന്താണ്, നമ്മൾ ക്ലാസ്സിലൊന്നും അത് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയും അത് ഇന്തോനേഷ്യക്കാരാണ്, അവരങ്ങനെ തന്നെയാണ്. വേറെ ചില ആളുകളെ കാണുമ്പോൾ അവര് തുർക്കികളാണ്, അത് അവരുടെ സ്വഭാവമാണ്. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള ഹാജിമാരാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്, ഒരൊറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. ആ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഹജ്ജിന്റെ മശായിറുകളായ മിനയിലും അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ വെച്ച് നബി പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഈ ഒരു കൊല്ലത്തിന് ശേഷം ഇനി ഇതുപോലെ നമ്മൾ ഹജ്ജിന്റെ മശായിറുകളിൽ വെച്ച് കണ്ടുകൊള്ളണമെന്നില്ല. ഇനി നമുക്ക് ഒരിക്കൽ മിനായിൽ വെച്ച് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഖുദൂ അന്നീ മനാസിക്കക്കും, ഖുദൂ അന്നീ മനാസിക്കക്കും, ഹജ്ജ് നിങ്ങൾ എന്നിലൂടെ പഠിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഹജ്ജായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കണം. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി ബിഹി. ആദ്യം നിങ്ങൾ അത് അറിയണം. കൊല്ലം ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട് ട്ടാ എന്ന് നിങ്ങൾ പറയുന്നതിന്റെ മുമ്പ് എന്താണ് ഹജ്ജ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ഞാൻ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്, ഞാനും എന്റെ മക്കളും ഹജ്ജിന് പോകുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഹജ്ജ് പഠിച്ചിട്ടുണ്ടാകണം. മക്കൾക്കും എന്താണ് ഹജ്ജ് എന്ന് പഠിക്കാൻ അവസരമുണ്ടാക്കണം നിങ്ങൾ. അപ്പൊ നബിയുടെ ഹജ്ജായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വല്ലാത്ത ഒരു അനുഭൂതിയാണ്, ഒരനുഗ്രഹമാണ് ഹജ്ജ് എന്നുള്ളത്. പലപ്പോഴും തന്നെ നമ്മളെല്ലാം തന്നെ നമ്മെ നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ നമ്മൾ പലരുടെയും മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടില്ലാത്തൊരു ഭാഗ്യം. ഹജ്ജ് എന്താണ് എന്ന്, ഹജ്ജ്, കഅബ, മിന, അറഫ തുടങ്ങിയ പദങ്ങൾ ആദ്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന മദ്രസ ക്ലാസ്സുകളിൽ വെച്ച് നമ്മെ പഠിപ്പിച്ച നമ്മുടെ ഉസ്താദുമാരിൽ പലർക്കും കിട്ടിയിട്ടില്ലാത്തൊരു ഭാഗ്യത്തിനാണ് അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതാവസാനം വരെ, മരണം വരെ ഞാൻ ഒരു ഹാജിയാണ്, ഞാൻ ഹജ്ജ് ചെയ്താൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് എന്ന് ഓരോ ഹാജിയും ഓരോ ഹജ്ജുമ്മയും അവരുടെ ജീവിതത്തിൽ ഓർക്കണം. അതല്ലാതെ ഹജ്ജുമ്മ എന്ന് എഴുതാനോ ഹാജി എന്ന് പേരിന്റെ കൂടെ എഴുതാൻ വേണ്ടിയല്ല. നമ്മുടെ മനസ്സ് അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മെ തെരഞ്ഞെടുത്തു. ആ ഒരു മാർഗത്തിൽ ജീവിക്കാൻ തൗഫീക്ക് കിട്ടിയ വ്യക്തിയാണ് എന്ന ചിന്ത മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല. ഹജ്ജ് പഠിക്കുക, മുഹമ്മദ് നബി ചെയ്തതുപോലെ ഹജ്ജ് ചെയ്യുക, മരണം വരെ ഹജ്ജിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുക. പക്ഷെ എന്നാലും ചില ആളുകളൊക്കെ മനസ്സിൽ പ്രയാസം ഉണ്ടാവും. പടച്ചോനെ, ഹജ്ജ് എന്ന് പറയുമ്പോൾ ഒരു പേടിയോടുകൂടി ചിലർ ചെയ്യുന്നുണ്ടാകും. ഒരു പേടി, കഴിയോ, വിഷമമുള്ള ഒരവസ്ഥ അത് മനസ്സിൽ ഓർക്കുന്നുണ്ടാകും. ആരും വിഷമിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് 120,000-ഓളം സ്വഹാബികൾ, 100,000-ലധികം സ്വഹാബ വനിതകൾ നബിയുടെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ട്.
നടക്കാൻ കഴിയുന്ന സാധിക്കുന്ന എല്ലാവരും ഹജ്ജിന് പുറപ്പെട്ടു എന്നാണ് പല ഗ്രന്ഥങ്ങളിലും പറയുന്നത്. ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? മദീനയിൽ നിന്ന് മദീനക്കാരുടെ മീക്കാത്തായ ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി മദീന പള്ളിയുടെ മസ്ജിദ് നബവിയുടെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അത്രയും ദൂരമാണ് ദുൽഹുലൈഫ. അവിടെ വെച്ചുകൊണ്ടാണ് മദീനക്കാര് ഇഹ്റാം ചെയ്യേണ്ടത്. ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ ഇറങ്ങി ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിനു വേണ്ടിയുള്ള ശ്രദ്ധയൊക്കെ ചെയ്യാണ്. ആ സമയത്ത് അതാ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു ബഹളം. എന്താണ് എന്നുള്ളത്, എന്താഞ്ഞിപ്പോ കാട്ടുക എന്നുള്ള നിലക്ക് വല്ലാത്തൊരു വലിയ ഒരു അട്ടഹാസം, ഒരു ബഹളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, എന്താണ് അവിടെ ഉണ്ടായത്, എന്താണ് പറയൂ. ആ സമയത്ത് സ്ത്രീകൾ പറയുന്നു, നബിയെ അസ്മത പ്രസവിച്ചിരിക്കുന്നു. ഹജ്ജിന് പുറപ്പെട്ട മദീനയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട് 10 കിലോമീറ്റർ ദൂരം എത്തിയിട്ടില്ല. ഏറി വന്നാൽ തലപ്പാറ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, അത്രയും ദൂരം സഞ്ചരിച്ചിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഹജ്ജിന് പുറപ്പെട്ട അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ മീഖാത്തിൽ വെച്ച് പ്രസവിച്ചു. 10 കഴിഞ്ഞ് ഡേറ്റ് കാത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കേൾക്കാറുള്ള ആ ഒരു സമയത്ത് നബിന്റെ കൂടെ എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന് ആ സഹോദരി തീരുമാനിച്ചു. ഹജ്ജിന് പുറപ്പെട്ടു. പ്രസവവും ആർത്തവവും ഒക്കെ സ്ത്രീകൾക്ക് അള്ളാഹു നിശ്ചയിച്ചതാണല്ലോ, അതതിന്റെ മുറ പോലെ സംഭവിക്കും. ഇത് കേട്ടപ്പോ നബി എന്താണ്, ദേഷ്യപ്പെട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് അവളെ കൊണ്ടുവന്നത്, എന്തിനാണ് ഈ അടങ്ങേറിന് വേണ്ടി വലിച്ചു കൊണ്ടുവന്നത് എന്നല്ല പറഞ്ഞത്. നബി പറഞ്ഞു, ആ സഹോദരിയോട് പറയുക, ഇന്നത്തെ പോലെ നമുക്ക് മറ്റു സൗകര്യങ്ങളില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ശീലകഷ്ണം എടുത്ത് ബ്ലഡ് പുറത്തു വരാതെ, രക്തം പുറത്തു വരാത്ത രൂപത്തിൽ അത് ഭദ്രമാക്കുക, എന്നിട്ട് ഇഹ്റാം ചെയ്യാൻ പറഞ്ഞു. ഇഹ്റാം ചെയ്ത് ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞു. മദീനയിൽ നിന്ന് മക്കത്തേക്കുള്ള ദൂരം 450 കിലോമീറ്റർ ആണ്. ആ 450 കിലോമീറ്റർ ഇന്ന് റബ്ബറൈസ്ഡ് റോഡാണുള്ളത്. അതല്ലെങ്കിൽ കിതാറുൽ ഹറമൈൻ എന്ന് പറയുന്ന ട്രെയിൻ സർവീസ് ഉണ്ട്, അതല്ലെങ്കിൽ AC വാഹനങ്ങളുണ്ട്. അതൊന്നും പഴയ കാലത്തില്ല. 450 കിലോമീറ്റർ ദൂരം ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് ആടി ഉലഞ്ഞുകൊണ്ട് പോകുന്ന ആ സാഹചര്യത്തിൽ പോലും അസ്മാ റളിയല്ലാഹു അൻഹ പ്രസവം അടുത്ത സമയത്ത് പോലും ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ, സഹോദരികളെ, ആരും ബേജാറാകേണ്ടതില്ല. റബ്ബിൽ തവക്കുലാക്കി പുറപ്പെടുക, പടച്ചവനിൽ തവക്കുലാക്കി പുറപ്പെടുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഇതായിരിക്കണം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ മനസ്സിന് കിട്ടേണ്ട മരുന്ന്, നമ്മുടെ മനസ്സിന് കിട്ടേണ്ട പ്രചോദനം, ആവേശം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു ഉണ്ട്, എനിക്ക് അല്ലാഹു മതി, ആ പടച്ചവനിൽ വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടണം. കാരണം നമ്മെ വിളിച്ചിട്ടാണല്ലോ പോകുന്നത്. ജിദ്ദയിൽ വിമാനം ഇറങ്ങുന്ന സമയം മുതൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ ബാനറുകളുണ്ട്, വലിയ ബോർഡുകൾ കാണാൻ സാധിക്കും. മർഹബൻ ലിൽ ളുയൂഫിർ റഹ്മാൻ, അള്ളാഹുവിന്റെ അതിഥികൾക്ക് സ്വാഗതം. ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ വിരുന്നുകാരി എന്നാണ് ഹാജിമാരെ സംബന്ധിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ നമ്മളൊക്കെ പടച്ചോൻ വിളിച്ചിട്ടാണ് പോണത്, അള്ളാഹുവിന്റെ അതിഥികളായിക്കൊണ്ടാണ് പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഒരു സുഹൃത്ത് പറഞ്ഞാൽ അത് മുതൽ നമ്മൾ ചിന്തിക്കും, എന്താണിപ്പോ നമ്മൾ ഭക്ഷണം എന്തുണ്ടാക്കണം, എന്താണ് സൗകര്യം ഒരുക്കേണ്ടത്. ഭാര്യ വരും, നിങ്ങൾ ആ ഫാനൊന്ന് ശരിയാക്കി, അല്ലെങ്കിൽ അവിടെ AC തണുപ്പില്ല, അതൊക്കെ ശരിയാക്ക്. കാരണം ആ ഒരു സുഹൃത്തിന് വേണ്ടി ഏറ്റവും നല്ല പരിഗണന കൊടുക്കാനാണ് നമ്മൾ ചിന്തിക്കുക. ആ പരിഗണന റബ്ബ് നമുക്ക് നൽകും, ആ പരിഗണന റബ്ബ് നൽകും. അള്ള വിളിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദെ, എന്റെ ഉപ്പ നിങ്ങളുടെ കൂടെ ഹജ്ജിനുണ്ട്, ബൈപ്പാസ് കഴിഞ്ഞ വ്യക്തിയാണ്, അതല്ലെങ്കിൽ ഉമ്മ നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരു സഹോദരിയാണ്, അതുകൊണ്ട് തന്നെ മൗലവി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. യാതൊരു വിഷമവും ഉണ്ടാകാറില്ല, ഒരു പ്രയാസവുമില്ലാതെ ഹജ്ജ് അവർ ചെയ്തു വരാറുണ്ട്. കാരണം പടച്ചവനിൽ തവക്കുലാക്കിക്കൊണ്ടാണ് അവർ പോകുന്നത്. കാരണം നമ്മളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗപൂർണമായ ചരിത്രം അത് പഠിച്ച് മനസ്സിലാക്കിയ വ്യക്തികൾ, ആ ഒരു മനസ്സുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട വ്യക്തിയാണ്. കുട്ടിയില്ലാതെ പരീക്ഷിക്കപ്പെട്ടു, അതുപോലെ തന്നെ കുഞ്ഞിനെ മക്കായിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു, പിന്നെ ആ കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ മനസ്സിൽ ചരിത്രങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടവരായിരിക്കണം നമ്മൾ.
മക്കായിലേക്ക് കടന്നെത്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്ത് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, നേർക്ക് നേരെ പടച്ചവനുമായി ബന്ധമുള്ള ആ ഒരു ചരിത്രം, അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. അതായിരിക്കണം നമ്മുടെ മനസ്സിൽ ആവേശം കൊള്ളേണ്ടത്. അതുപോലെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും കരുത്തായിക്കൊണ്ട് ഗൗരവമായിക്കൊണ്ട് നമ്മൾ കരുതേണ്ടത് നല്ല കൂട്ടുകാരെ കണ്ടെത്തണം, യാത്രക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. പക്ഷേ ഖുർആൻ പറഞ്ഞ തഖ്വയായിരിക്കണം ഒന്നാമതായി ഉണ്ടാക്കേണ്ടത്. അള്ളാഹുമായുള്ള അടുപ്പം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു മാനസികമായ അവസ്ഥ, അതാണ് തഖ്വ എന്ന് പറയുന്നത്. കാരണം ഇനി മുതൽ അള്ളാഹു എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്യും, അതിനാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി, അള്ളാഹു എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അത്രമാത്രം വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ആ മനസ്സ് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതായിരിക്കട്ടെ ഹജ്ജിന്റെ മുമ്പായി നമ്മൾ കരുതേണ്ടത്. പിന്നെ ഹജ്ജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഹജ്ജിന് വേണ്ടി മാത്രമല്ല, ഏത് യാത്രക്കും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ഏത് യാത്രയുടെയും പ്രാർത്ഥനകൾ ഏതൊരു വിഷയത്തിലും, കാരണം യാത്ര എന്നുള്ളത് ഇന്ന സഫറ ഖിത്അത്തും മിനൽ അദാബ്, യാത്ര എന്ന് പറയുന്നത് ശിക്ഷയുടെ ഒരു കഷ്ണമാണ്, ദുരിതത്തിന്റെ ഒരു കഷ്ണമാണ്, ഒരു പ്രയാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പടച്ചവനെ നീയാണ് എന്റെ കൂട്ടുകാരൻ, അള്ളാഹുവെ നിന്നെയാണ്, നീ മാത്രമാണ് എന്നെ സഹായിക്കാനുള്ളത് എന്ന് മനസ്സിൽ കരുതുക. അതുപോലെ തന്നെ ഏത് യാത്രയിലാണെങ്കിലും വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, റബ്ബേ നിന്റെ അടുത്തേക്ക് വരേണ്ടവനാണ്. ഒരു മടക്കമില്ലാത്ത ഒരു യാത്ര എനിക്ക് അവസാനമുണ്ട്, അത് മറക്കാൻ പാടില്ല. കല്യാണ യാത്രയായിരുന്നാലും, അതുപോലെ തന്നെ ജോലി ആവശ്യത്തിനാണെങ്കിലും, ഒരു രോഗിയെ സന്ദർശിക്കാനാണെങ്കിലും, അവിടെ ഒക്കെയും ആ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടാകണം. പിന്നെ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, അതൊക്കെ നമ്മൾ ഓരോരുത്തരും കൃത്യമായി പഠിക്കുക. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വാഹനത്തിൽ ഇരുന്നതിന്റെ ശേഷമുള്ള ചെറിയ ഒരു 2-3 വരിയുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഅദ അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻളർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ. ഇതൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റുമോ എന്നൊരു പക്ഷെ ആലോചിക്കുന്നുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ ഇത് കണ്ടുകൊണ്ട് മാത്രം നമുക്ക് പഠിയില്ല, നിങ്ങൾ അറിയാത്തവരത് പഠിക്കണമെന്നുള്ളൊരു ശ്രമം ഉണ്ടാകണം. കാരണം നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന പുസ്തകത്തിൽ അതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ അറിയുക, പഠിക്കുക. പിന്നെ നമ്മൾ എവിടെ ചെല്ലുന്ന സമയത്തും, ഏത് യാത്രയിലാണെങ്കിലും എവിടെയും നമ്മൾ ചെന്നിറങ്ങുന്ന സമയത്ത് അവിടെയും നമ്മൾ റബ്ബിനോട് കാവൽ ചോദിക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ പൊതു തത്വങ്ങളാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് തുടങ്ങിയ അത്തരത്തിലുള്ള ദിക്റുകൾ, പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഉംറയും ഹജ്ജും അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇതിപ്പോ ഞാൻ എത്രത്തോളം പറഞ്ഞത് പൊതുവായ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഉംറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഉംറ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ 4 ഉംറകളാണ് ചെയ്തിട്ടുള്ളത്. അത് 4 യാത്രകളിലാണ് 4 ഉംറ ചെയ്തിട്ടുള്ളത്. ഒരു യാത്രയിൽ ഒന്നിലധികം ഉംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല. ഉംറ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സിയാറത്ത് എന്നാണ്, സന്ദർശനം എന്നാണ്. അതായത് അള്ളാഹുവിന്റെ ഭവനം സന്ദർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രത്യേകമായ ചില ഇബാദത്തുകൾ അവിടെ വെച്ച് നിർവഹിക്കാനുള്ള ഒരു സന്ദർശനം. അപ്പൊ ഉംറ എന്ന വാക്കിന്റെ അർത്ഥം സിയാറ, സന്ദർശനം. ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം, നബി ഒറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, കരുതുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. മക്കയും അതിന്റെ പരിസര പ്രദേശങ്ങളും പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് അവിടങ്ങളിൽ നിർവഹിക്കാൻ വേണ്ടി ഇസ്ലാം ചുമതലപ്പെടുത്തിയ ചില പ്രത്യേക ഇബാദത്തുകൾ നിർവഹിക്കുക എന്ന ആ ഒരു ലക്ഷ്യമാണ് അതിലൂടെ നമുക്കുണ്ടാകേണ്ടത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. ഒരൊറ്റ ഹജ്ജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൽ ഒരു തവണ ഹജ്ജും ഉംറയും ചെയ്യൽ നിർബന്ധമാണ്. കഴിവുള്ള ആളുകൾക്ക്
ഒരു പ്രാവശ്യം ഹജ്ജും ഉംറയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ചിലരൊക്കെ ധരിച്ചിട്ടുള്ളത് ഹജ്ജ് നിർബന്ധമാണ്, ഉംറ അങ്ങനെ ഉണ്ടോ? ഉംറയും നിർബന്ധം തന്നെയാണ്. വിശദമായി അത് പറയാനും അത് വിവരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണ നമ്മൾ ചെയ്യണം. ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉംറയുടെ റുക്കനുകളായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇഹ്റാമിൽ പ്രവേശിക്കുക, 7 പ്രാവശ്യം കഅബ തവാഫ് ചെയ്യുക, സഫാ മർവയ്ക്കിടയിൽ സഅയ് ചെയ്യുക, മുടി കളയുക. ഇത്രയാണ് ഉംറയുടെ കർമ്മങ്ങൾ. ഇഹ്റാം, തവാഫ്, സഅയ്, മുടിയെടുക്കുക, ഈ 4 കാര്യങ്ങൾ. അതിന് ഓരോന്നിനും നമുക്ക് എവിടെന്നെങ്കിലും ചെയ്യാൻ പറ്റുന്ന കർമ്മമല്ല. അതുകൊണ്ട് തന്നെ ഹജ്ജായിരുന്നാലും ഉംറയായിരുന്നാലും ഹജ്ജിനും ഉംറക്കും നിർവഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. ഉംറ നിർവഹിക്കാൻ പ്രത്യേകിച്ചൊരു കാലവുമില്ല, ഏത് കാലത്തും ചെയ്യാം ഉംറ. എന്നാൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിന്നായിരിക്കണം ഉംറയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതിനാണ് മീക്കാത്തുകൾ എന്ന് പറയുക. മീക്കാത്തുകൾ ഇവിടെ ദാത്ത് ഇറക്ക്, ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കുള്ള മീക്കാത്താണ് ദാത്ത് ഇറക്ക്. അതുപോലെ തന്നെ നജിദിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് സൈലുൽ കബീർ, മദീനക്കാർക്ക് ദുൽ ഹുലൈഫ, ഷാമിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് ജുഹഫ, അതുപോലെ തന്നെ യമനിന്റെ ഭാഗത്ത് നിന്നുള്ള ആളുകൾക്ക് യലംലം. അപ്പൊ ഏതെങ്കിലും അതിന്റെ പരിസരത്തുള്ള ആളുകൾ ഏതെങ്കിലും ഒരു മീക്കാത്തിലൂടെ ആയിരിക്കണം ഉംറക്കായിരുന്നാലും ഹജ്ജിനായിരുന്നാലും അതിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ ഹജ്ജിന്റെ പുസ്തകങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വായിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ മീക്കാത്ത് യലംലം എന്നതിൽ കണ്ടിട്ടുണ്ടാകും. ഇന്ത്യക്കാരുടെ മീക്കാത്ത് യലംലം. പക്ഷെ അത് കപ്പൽ മാർഗത്തിലൂടെ ഹജ്ജിന് പോകുന്ന സമയത്ത് മാത്രമാണ് യലംലം മീക്കാത്തായി കിട്ടിയിരുന്നത്. ഇപ്പോൾ നമ്മൾ വിമാന മാർഗത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ മീക്കാത്ത് കർണുൽ മനാസിൽ എന്നുള്ളതാണ്. കർണുൽ മനാസിൽ, അതായത് ജിദ്ദ വഴി ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്ന് പോകുന്ന ആളുകളും ജിദ്ദയിലൂടെയാണ് അവർ മക്കയിലേക്ക് പോകുന്നത് എങ്കിൽ അങ്ങനെ തന്നെയാണ് പോകുക. അവരുടെ മീക്കാത്ത് കർണുൽ മനാസിൽ. ഇന്ന് സൈലുൽ കബീർ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. മക്കയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീക്കാത്തും അത് തന്നെയാണ്. അപ്പോൾ മീക്കാത്തിൽ നിന്നായിരിക്കണം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. അതിന്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്ന് നമ്മൾ അറിയണം. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കത് പാലിക്കാൻ കഴിയുള്ളൂ. അതില് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നഖം വെട്ടാൻ പാടില്ല. അതുപോലെ തന്നെ ശരീരഭാഗത്ത് നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല. പുരുഷന്മാർ മീശ വെട്ടാൻ പാടില്ല. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. തുന്നിയ വസ്ത്രങ്ങൾ പാടില്ല. ഇങ്ങനെ കുറെ നിബന്ധനകൾ ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി കൊണ്ട് അവർ നിഖാബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇഹ്റാമിലാകുമ്പോൾ നിഖാബ് പാടില്ല. പക്ഷെ അന്യ ആളുകളുടെ മുന്നിലൂടെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഞങ്ങളുടെ വസ്ത്രം കൊണ്ട്, മക്കന കൊണ്ട് മുഖം മറക്കുമായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചനകളും ഹജ്ജിന് വന്നപ്പോ നമ്മളെ റൂമിലാണ്, മംഗലാപുരത്തു നിന്നുള്ളൊരു ടീമുണ്ട്, നമ്മൾ ഇവിടുന്ന് തിരുവരങ്ങാടിന്ന് പോകുന്നവരാണ്. രണ്ടാളും ഒരു കൂട്ടരും ഒരു റൂമിലാണ്. അതുകൊണ്ട് തന്നെ ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എത്ര ആളാ മക്കള്? എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. കല്യാണ പ്രായം എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു മോനും ഇതാ എഞ്ചിനീയറിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട്, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? അത്തരത്തിലുള്ള ആലോചനകൾ പോലും ഇഹ്റാമിലാകുന്ന സമയത്ത് പാടില്ല. വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റു ചിന്തകളൊക്കെ ഇഹ്റാമിൽ നിന്ന് മാറ്റി വെക്കണം. അത് വളരെ ഗൗരവമുള്ളതാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നഖം വെട്ടാൻ പറ്റുകയില്ല, ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നത് വരെ. അപ്പൊ നമുക്ക് നേരത്തെ നഖം വെട്ടുന്നത് നല്ലതാണ്. അതുപോലെ മീശ ചെറുതാക്കേണ്ടതുണ്ടെങ്കിൽ മീശ ചെറുതാക്കുക. ശരീരഭാഗത്തിൽ നിന്നുള്ള മറ്റു രോമങ്ങളൊക്കെ മാറ്റേണ്ടത് അതൊക്കെ നമുക്ക് നേരത്തെ ചെയ്യാം. എന്നാൽ അത് ഹജ്ജിന്റെയോ ഉംറയുടെയോ ഭാഗമായി കൊണ്ട് ചെയ്യാൻ കൽപ്പിച്ചതല്ല. പലരും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്, ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അതിനുവേണ്ടി ചെയ്യേണ്ടതില്ല. അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ്. സ്വഹാബികൾ പറയാറുണ്ട്, 40 ദിവസത്തിനേക്കാൾ
അത് കൂടാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്ന വിഷയത്തിൽ 40 ദിവസത്തിനേക്കാൾ അധികം നിങ്ങൾ അത്തരം ഭാഗങ്ങൾ സേവ് ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ചെയ്യാതിരിക്കാൻ പാടില്ല എന്നുള്ളത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളുടെ ശരീരത്തിന്റെ വൃത്തി, ശുദ്ധി അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു തുണി ഉടുക്കുക, മറ്റൊന്ന് പുതക്കുക, ഇത് മാത്രമാണ് ഇഹ്റാമിൽ പാടുള്ളൂ. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് 2 കഷ്ണം തുണി, അത് മാത്രമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻകൈയും മുഖവും മറയാത്ത ഏത് വസ്ത്രങ്ങളും ധരിക്കാവുന്നതാണ്. പക്ഷെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ അളവിനനുസരിച്ചുകൊണ്ട് പർദ്ദ ടെക്സ്റ്റൈൽസിൽ പോയി വാങ്ങും. 40 അല്ലെങ്കിൽ 60 എത്രയാണോ ആ അളവനുസരിച്ച് നമ്മൾ വാങ്ങുന്നു. അത് നമ്മൾ ഹജ്ജിന് പോകുന്ന ദിവസം അതെടുത്ത് ധരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അതൊന്ന് ഇട്ട് നോക്കുക. കാരണം ഹജ്ജിന്റെ ഉംറയുടെയും ഒക്കെ ഭാഗമായി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ആ കൈകൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കഫ് അത് ഫിറ്റ് അല്ലെങ്കിൽ എന്താവും, കൈ താഴേക്ക് വരും, ഔറത്ത് വെളിവാകും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അതിന്റെ ബട്ടൺ മാറ്റി വെക്കേണ്ടതുണ്ടെങ്കിൽ ബട്ടൺ മാറ്റി വെക്കണം. അതുപോലെ തന്നെ കൈ ചെറുതാക്കേണ്ടതുണ്ടെങ്കിൽ ചെറുതാക്കണം, നീളം കൂട്ടേണ്ടതുണ്ടെങ്കിൽ കൂട്ടണം. ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കുക. ഇതാണ് ആ വിഷയത്തിൽ ഉള്ള നിർദ്ദേശങ്ങൾ. പിന്നെ ഇഹ്റാമിന് എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ വിഷയം, നമ്മൾ ഇൻഷാ അല്ലാഹ് ഹജ്ജും ഉംറയും ചെയ്യാനാണ് പോകുന്നത്. ഒരു യാത്രയിൽ ഹജ്ജും ഉംറയും നമ്മൾ ചെയ്യുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് യാത്ര പറഞ്ഞ് തിരുവങ്ങാടിയിൽ നിന്നുള്ള ഒരാള് ഞങ്ങൾ കൊല്ലം പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഹജ്ജിന്റെ മാസത്തിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ഹജ്ജിന്റെ മാസം എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണ് എന്ന് പറയുന്ന ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ 10 വരെയാണ് അതിന്റെ പൂർണ്ണമായി പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഏതായിരുന്നാലും ഈ 3 മാസങ്ങളാണ് ഹജ്ജിന്റെ മാസം. ഹജ്ജിന്റെ മാസത്തിൽ ഒരാൾ മക്കയിലെത്തി ഹജ്ജും ഉംറയും ചെയ്യുന്നുവെങ്കിൽ അതിന് ചില മറ്റ് നിബന്ധനകൾ കൂടി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആ ഒരു തൗഫീഖ് അള്ളാഹു നൽകിയാൽ അതിനൊരു അറവ് നടത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അറവ് നടത്തൽ നിർബന്ധമാണ്. ഹജ്ജും ഉംറയും ഒന്നിച്ചു ചെയ്താലും ആദ്യം ഉംറ ചെയ്ത് പിന്നെ ഉംറയിൽ നിന്ന് ഒഴിവാക്കി പിന്നെ രണ്ടാമത് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന രീതി രണ്ടായിരുന്നാലും അറവ് നടത്തണം. ഹജ്ജ് മാത്രം റിയാദിലുള്ള ഒരാള് നേരത്തെ പല പ്രാവശ്യം ഉംറ ചെയ്ത ആളാണ്. ദുൽഹജ്ജ് 8 മക്കയിലേക്ക് വരുന്നു. മീക്കാത്തിൽ നിന്ന് അയാൾ ഇഹ്റാം ചെയ്യുന്നു, ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്യുന്നു. ഹജ്ജ് നിർവഹിച്ച അയാൾ തിരിച്ചു പോകുന്നു. അതല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് കുവൈത്തിൽ നിന്ന് വരുന്നു, ദുൽഹജ്ജ് 8 മക്കയിലെത്തി ഹജ്ജ് ചെയ്യുന്നു. ഹജ്ജ് മാത്രം ചെയ്യുന്ന രീതിയാണെങ്കിൽ അതിന് അറവ് ആവശ്യമില്ല. അപ്പൊ നമ്മളൊക്കെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ ഒരവസ്ഥ, ആദ്യം മീക്കാത്തിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്യും. മീക്കാത്തിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്യും. എന്നിട്ട് ഉംറ ചെയ്യും. ഉംറ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, തവാഫ്, സഅയ്, മുടി കളയുക. അത് കഴിഞ്ഞ് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുക. പിന്നെ ദുൽഹജ്ജ് 8 മക്കയിൽ എവിടെയാണോ നമ്മളുള്ളത് അവിടെ നിന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുക. അങ്ങനെ ഹജ്ജ് പൂർത്തിയാക്കുക. ഈ രീതിക്കാണ് തമത്തുഅ് എന്ന് പറയുക. തമത്തുഅ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി തമത്തുഅായ രീതിയിലുള്ള ഹജ്ജും ഉംറയുമാണ്. അപ്പൊ ആദ്യം ഉംറ ചെയ്യും, പിന്നെ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി സുഖമെടുക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നമുക്ക് ഇഹ്റാമിന്റെ യാതൊരു നിബന്ധനയുമില്ല. ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം എല്ലാം അനുവദനീയമാണ് ദുൽഹജ്ജ് 8 വരെ. അവ തമത്തുഅ് രീതിയിലുള്ള ഉംറയും ഹജ്ജും ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അറവ് നിർബന്ധമാണ്. അറവിനുള്ള കാശ് ഗവൺമെന്റിലൂടെ പോകുന്നവരാണെങ്കിൽ കാശ് നേരത്തെ കെട്ടിയിട്ടുണ്ടാകും. അല്ലാത്തവർക്ക് അവിടെ ചെന്നാൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനു വേണ്ടി പുറപ്പെടുമ്പോൾ ആദ്യം നമുക്ക് ഇഹ്റാമിനെ എന്നുള്ള നിലക്ക് കുളിക്കണം. അതാണ് സുന്നത്തായ ആദ്യത്തെ വിഷയം. ഒരാൾ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇഹ്റാമിനായിട്ട് കുളിക്കുക. അതിപ്പോ നമുക്ക് നെടുമ്പാശ്ശേരി നിന്നാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് എങ്കിൽ ഇവിടെ നിന്ന് തിരൂരങ്ങാടിയിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കുളിക്കാം. എന്താ ഇതിന് ഇത്ര വലിയ പ്രത്യേകതയുള്ള കുളി? സാധാരണ കുളി തന്നെ നമ്മൾ വലിയ ശുദ്ധിയുള്ള അതിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുന്നത് പോലെ ആദ്യം നല്ല നിലക്ക് ഒന്നും ഉണ്ടാക്കുക. പിന്നെ തലയിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ വെള്ളം ഒഴിച്ച്
ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തി എന്ന് ഉറപ്പാകുന്ന വിധത്തിൽ കുളിക്കുക, അത്ര തന്നെ. അൽഹംദുലില്ലാ. അപ്പൊ ഇഹ്റാമിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് കുളിക്കുക. ഇവിടെ നിന്ന് കുളിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമുക്ക് എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പൊ അതുവരെയും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇഹ്റാമിന്റെ കുളി കഴിഞ്ഞാൽ പുരുഷന്മാർ ശരീരത്തിലൊക്കെ അത്തർ പൂശുക. പുരുഷന്മാർ ശരീരത്തിൽ മാത്രം സുഗന്ധം പൂശുക. ഇഹ്റാമിന്റെ ഡ്രസ്സിലാകാതെ നമ്മൾ വാഷ്റൂമിൽ പോയി കുളി കഴിഞ്ഞ് പുറത്തു വന്നതിന്റെ ശേഷം നമ്മുടെ ശരീരത്തിലൊക്കെ അത്തർ ഉപയോഗിക്കാം. എന്നിട്ട് വീണ്ടും പാന്റും ഷർട്ടും തന്നെ ധരിക്കുക. കാരണം ഹജ്ജ് കമ്മിറ്റിയിലൂടെ പോകുന്ന ആളുകൾ വിമാനം എന്നാണോ അതിന്റെ ഒരു ദിവസം നേരത്തെ അവിടെ എത്തണം. അപ്പൊ അവിടെ എത്തുന്നത് വരെ ഇവിടെ തന്നെ നമ്മൾ ഇഹ്റാമിന്റെ വേഷം ധരിച്ചു പോകേണ്ടതില്ല. നമുക്ക് ഇഹ്റാമിന്റെ കുളി വീട്ടിൽ നിന്ന് നടത്താം. അത്തറ് ശരീരത്തിൽ സുഗന്ധം പൂശാം. പിന്നെ സാധാരണ പാന്റോ ഷർട്ടോ തൊപ്പിയോ എന്താണോ ഓരോരുത്തരുടെ ശീലം അതനുസരിച്ചുകൊണ്ട് നമ്മൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്നു. നെടുമ്പാശ്ശേരിയിലെത്തി നമ്മുടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് നമ്മുടെ മറ്റ് ഇജറാത്തുകളൊക്കെ കഴിഞ്ഞ് പാസ്പോർട്ട് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ എമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് കുറച്ച് സമയമുണ്ടാകും. ആ സമയമാകുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാറുക. പുരുഷന്മാർ തുണി ഉടുക്കുക, മറ്റൊന്ന് ഈ രൂപത്തിൽ പുതക്കുക. ഇതാണ് ഇഹ്റാമിന്റെ പ്രധാനമായ വേഷം. നമ്മൾ വസ്ത്രം ഉടുക്കുക, മറ്റൊന്ന് പുതക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക വേഷമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ നേരത്തെ ഷുറൈ സലഫി ഇവിടെ സൂചിപ്പിച്ചു, ജിദ്ദയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജിദ്ദയിൽ വിമാനം ഇറങ്ങുന്നതിന്റെ ഒരു 20-25 മിനിറ്റ് മുമ്പാണ് നമ്മുടെ മീക്കാത്തായ സെയ്ലുൽ കബീർ, നേരത്തെ പറഞ്ഞ സെയ്ലുൽ കബീർ എന്നുള്ള ആ മീക്കാത്തിന്റെ മുകളിലൂടെ നമ്മുടെ വിമാനം പോകുക. അപ്പൊ ഹാജിമാരുടെ ഫ്ലൈറ്റ് ആണ് എങ്കിൽ അതിൽ ഡിസ്പ്ലേ കാണിക്കും. മീക്കാത്തിലേക്ക് ഇനി 20 മിനിറ്റ്, 16 മിനിറ്റ്, 9 മിനിറ്റ്, 5 മിനിറ്റ്, 4 മിനിറ്റ്, 3 മിനിറ്റ് എന്നിങ്ങനെ അതിൽ ഡിസ്പ്ലേ കാണിക്കും. അതുപോലെ അനൗൺസ്മെന്റും ഉണ്ടാകും. അപ്പൊ നമ്മൾ ഉണരുക, ശ്രദ്ധിക്കുക. എന്നിട്ട് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു ഒരുക്കം. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാക്യം ലബ്ബൈക അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ. ഇത് പറഞ്ഞതോടുകൂടി നമ്മൾ ഇഹ്റാമിലായി. ഇതാണ് ഇഹ്റാമിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്. അത് നമ്മൾ ഓരോരുത്തരും പറയുക തന്നെ വേണം. അത് നിയ്യത്ത് എന്നുള്ളതല്ല. നിയ്യത്ത് നമ്മളൊക്കെ നേരത്തെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് കയറി തഹിയ്യത്ത് നിസ്കരിച്ച് നമ്മൾ അവിടെ ഇരിക്കുന്നു, ഇക്കാമത്ത് കൊടുക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നിസ്കരിക്കാനാണെന്നുള്ളതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ട്. പക്ഷെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സ്ഥാനത്താണ് ലബ്ബൈക അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ എന്ന് പറയുന്നത്. അത് പറയുന്നതോടുകൂടി നമ്മൾ ഇഹ്റാമിലായി കഴിഞ്ഞു. പിന്നെ നമുക്ക് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, ഒന്ന് ചൊല്ലിക്കോ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അത് അവിടെ മുതൽ നമ്മൾ അതിൽ നിന്ന് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി ഒഴിവാകുന്നത് വരേക്കും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുൽ ഹജ്ജ്, അഫ്ദലുൽ ഹജ്ജ്, ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് അൽ ഹജ്ജു വസ്സജ്ജ്. അൽ ഹജ്ജ്, ഐൻ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉറക്ക തൽബിയത്ത് ചൊല്ലുന്ന ഹജ്ജ്, അതാണ് ശ്രേഷ്ഠമായ ഹജ്ജ്. അതുപോലെ കൂടുതൽ മൃഗങ്ങളെ അറുത്ത് രക്തം ഒഴുകുന്ന ഹജ്ജ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്. അപ്പൊ എല്ലാവരും ചൊല്ലുക. ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അടുത്തടുത്ത് അവരുണ്ടാകും, ഓരോരുത്തരും ചൊല്ലുക. സ്ത്രീകൾ ശബ്ദം കുറച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം. നമ്മൾ നേരെ തൽബിയത്ത് ചൊല്ലി നമ്മൾ ജിദ്ദയിൽ വിമാനം ഇറങ്ങുന്നു. പിന്നെ നമ്മുടെ മുത്തവിഫ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ മക്കയിലേക്ക് കൊണ്ടുപോകും, ബസ്സിൽ കൊണ്ടുപോകും. ജിദ്ദയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററാണ് മക്കയിലേക്കുള്ള ദൂരം. ആ ദൂരത്തും നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഓരോരുത്തരും ചെല്ലുക. എവിടെ അമീർ, എവിടെ എന്താ ചൊല്ലിത്തരാത്തത് എന്നൊന്നും ചിന്തിക്കണ്ട, നമ്മൾ അവനാൻ ചെല്ലുക. മക്കയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മക്കയിലുള്ള റൂമിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. മക്കയിലുള്ള റൂം എന്ന് പറഞ്ഞാൽ ഹറമിലായിരിക്കും. ഹറമിലാണ്. ഹറം എന്ന് പറഞ്ഞാൽ കഅബയും അതിന്റെ ചുറ്റും തവാഫ് ചെയ്യാനുള്ള സ്ഥലം,
പിന്നെ മസ്ജിദുൽ കഅബ എന്ന് പറയുന്ന ആ ഒരു പള്ളി, അത് മാത്രമല്ല ഹറം. ഏകദേശം കഅബയുടെ അടുത്ത് നിന്ന് ജിദ്ദയുടെ ഭാഗത്തേക്ക് 18 കിലോമീറ്റർ ദൂരം, അത്രയും ദൂരം എന്താണ്? ഹറമാണ്. അതായത് ഇവിടുന്ന് ചിലപ്പോൾ രണ്ടത്താണി, പുത്തനത്താണി, അത്രയും ദൂരമുള്ള സ്ഥലം അതൊക്കെയും ഹറമാണ്. അതുകൊണ്ട് നമ്മൾ ഹറമിലായിരിക്കും താമസിക്കുക, നമ്മുടെ റൂം ഹറമിലായിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എവിടെയെങ്കിലും വെച്ച് ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, തെറ്റുകൾക്ക് ഏറെ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ ഇത് ഹറമിൽ വെച്ചായിരിക്കും. ഹറമിൽ വെച്ച് ചെയ്യുന്ന കുറ്റങ്ങൾ, ഹറമിൽ വെച്ച് ചെയ്യുന്ന തെറ്റുകൾ, അതിന് മറ്റു സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ ഏറെ കുറ്റം നമ്മൾ പേറേണ്ടി വരും. മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ നാട്ടിൽ വെച്ച് ഒരാളെ പറ്റി മോശമായി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് അവനൊന്ന് ഒരു പണി കൊടുക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ കരുതി അള്ളാഹു പിടികൂടുകയില്ല. എന്നാൽ ഹറമിൽ വെച്ച് ചീത്ത കാര്യങ്ങൾ ചിന്തിച്ചാൽ പോലും അതിന് കുറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹറമിൽ കഴിഞ്ഞുകൂടുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ മക്കയിലെത്തിക്കഴിഞ്ഞാൽ അല്പം വിശ്രമിക്കണമെങ്കിൽ, റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അതിന്റെ ശേഷം നമുക്കുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് ഒന്ന് നന്നായി ഫ്രഷ് ആകുക. എന്നിട്ടാണ് നമ്മൾ ഉംറയ്ക്ക് വേണ്ടി പോകുന്നത്. നമ്മൾ വിമാനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിച്ചത്. ഇഹ്റാമിൽ പ്രവേശിക്കാൻ വുദൂഇന്റെ ആവശ്യമില്ല. ഇഹ്റാമിൽ പ്രത്യേകമായ നമസ്കാരവുമില്ല. ഇഹ്റാമിന് വേണ്ടി പ്രത്യേകിച്ച് നമസ്കാരവുമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഉംറ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇഹ്റാമിൽ തവാഫ് ചെയ്യുമ്പോൾ വുദു നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് വുദു ഉണ്ടാക്കുക. റൂമിൽ നിന്ന് വുദു ഉണ്ടാക്കുക. നമ്മൾ ഹറമിന്റെ, അതായത് കഅബയുടെ അടുത്തേക്ക് കയറുമ്പോൾ ചെരുപ്പിട്ട് കയറാൻ ഏതായാലും പറ്റൂല. ചെരുപ്പ് അവിടെ ഊരി വെച്ച് പോകാനും പറ്റൂല. അപ്പൊ നമ്മൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. അപ്പൊ അതിനൊരു കവറ് നേരത്തെ നമ്മൾ കരുതണം. ഇപ്പൊ ഹജ്ജിന്റെ ഡ്രസ്സുകളൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചെരുപ്പിടാനുള്ള കവറും കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്ന 1-2 കവറുകളൊക്കെ നമ്മളുടെ ബാഗിൽ വെക്കുക. നമ്മൾ പോകുന്ന സമയത്ത് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പുറപ്പെടുമ്പോൾ ഒതുവോടുകൂടി പുറപ്പെടുക. ചെരുപ്പിടാനുള്ള ഒരു കവറും കയ്യിൽ വെക്കും. നമ്മൾ നേരെ കഅബയുടെ അടുത്തോളം എത്തുന്നു. അതായത് മസ്ജിദുൽ കഅബയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സാധാരണ ഏത് പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന തന്നെയാണ് കഅബന്റെ അടുത്തേക്ക്, ഹറമിലേക്ക് പ്രവേശിക്കുമ്പോഴുമുള്ള പ്രാർത്ഥന. ഇത് കുറച്ച് അധികമുള്ള പ്രാർത്ഥനയാണ്. ഇത് പഠിക്കാം. അതല്ലെങ്കിൽ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. സാധാരണ പള്ളിയിലേക്ക് നമ്മൾ കയറുന്ന രൂപത്തിലുള്ള ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ വലത് കാലെടുത്ത് വെച്ച് ഹറമിന്റെ അടുത്തേക്ക്, ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. സാധാരണ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു നമസ്കാരത്തിന്റെ സമയമല്ലെങ്കിൽ അവിടെ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് കൂടണം. അതല്ലെങ്കിൽ നമ്മൾ തഹിയ്യത്ത് നമസ്കരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ പോകുന്നത് തവാഫ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഉംറയുടെ തവാഫ് ചെയ്യാനാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തവാഫു കസ്സലാത്ത്, അത്തവാഫു കസ്സലാത്ത്. തവാഫ് അത് നിസ്കാരം പോലെ തന്നെയാണ്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ചില ഇളവുകൾ നൽകിയിട്ട്. എന്താ ഇളവ്? തവാഫിന്റെ സമയത്ത് ചെറിയ രൂപത്തിൽ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. ഉമ്മയും മോനും കൂടി തവാഫ് ചെയ്യാണ്. ഉമ്മ ചോദിക്കാണ്, മോനെ ഇനി എത്ര ചുറ്റണം, ഇനി എത്ര നമുക്ക് ചുറ്റണം എന്ന് ഉമ്മ ചോദിക്കുകയാണെങ്കിൽ, ഉമ്മ ഇനി 2 ചുറ്റും കൂടി ഉള്ളൂട്ടാ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കൂടെയുള്ള ആളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എന്റെ കാര്യം മറന്നു പോകല്ലേ എന്ന് ചോദിക്കാം. അതുപോലെ ഇതിപ്പോ നമ്മൾ എത്രാമത്തെ ചുറ്റാണിത്, 3 അതാ 4 എന്ന് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ആവാം. അപ്പൊ നമ്മൾ പോകുന്നത് തവാഫിന്റെ സമയമായതുകൊണ്ട് അവിടെ വേറെ തഹിയ്യത്ത് നമസ്കാരത്തിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തഹിയ്യത്ത് നമസ്കരിക്കണം. ഹറമില് തഹിയ്യത്തേ ഇല്ല എന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. നമ്മൾ തവാഫിന്റെ സമയമായതുകൊണ്ട് നമ്മൾ അവിടെ പ്രത്യേകമായ തഹിയ്യത്ത് നമസ്കാരമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ തവാഫ് ആരംഭിക്കുക ഹജറുൽ അസ്വദ് മുതൽക്കാണ് തവാഫ് ആരംഭിക്കുക. അപ്പൊ ആ തവാഫ് ആരംഭിക്കുന്നതിന്റെ മുമ്പ് പുരുഷന്മാർ അവരുടെ വസ്ത്രം ഈ രൂപത്തിലൂടെ മാറ്റുക. വലത്തെ കൈ പൂർണ്ണമായും നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന വിധത്തിൽ വലത്തെ കക്ഷത്തിലൂടെ നമ്മുടെ ഡ്രസ്സ് എടുത്ത് ഇടത്ത് ഭാഗത്ത് പിൻ ചെയ്യുകയോ കെട്ടിവെക്കുകയോ ഒക്കെ ചെയ്യുന്ന ഈ രീതി, ഇതിനാണ് ഇർത്തിബാ എന്ന് പറയുക. ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് ഉള്ളത്. ഇർത്തിബാ എന്നാണ് പറയുക.
ഇത് ആദ്യം നമ്മൾ ചെയ്യുന്ന തവാഫിന്റെ സമയത്ത് മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഇൽത്തിബാഹ് രീതി സ്വീകരിക്കുക. തവാഫിന്റെ തുടക്കവും ഒടുക്കവും ഹജറുൽ അസ്വദ് മുതൽക്കാണ്. ഇതാണ് ഹജറുൽ അസ്വദ്. അതായത് കഅബ ചതുരത്തിലാണല്ലോ. കഅബയുടെ തെക്ക് കിഴക്കേ മൂലയിൽ കഅബയുടെ തുടക്കം മുതൽക്ക് തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള കല്ലാണ് ഹജറുൽ അസ്വദ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതാണ് എന്നതെല്ലാം തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഖാമ ഇബ്രാഹിം, അതിനെ സംബന്ധിച്ചും കാണാൻ സാധിക്കും. ഇന്ന റുക്ന വൽ മഖാമ യാഖൂതതാനി മിൻ യവാഖീതിൽ ജന്ന. അത് രണ്ടും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട മരതക കല്ലുകളാണ്. അത് അങ്ങനെയുള്ള പ്രത്യേകത അതിനുണ്ട്. ആ തവാഫ് ചെയ്യുന്ന സമയത്തോ അല്ലാതെയും ഒക്കെ നമ്മൾ ഹജറുൽ അസ്വദ് മുത്തുകയോ തൊടുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് വേണ്ടി ആ കല്ല് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയും. ആ കല്ലിന് അള്ളാഹു കണ്ണുകൾ നൽകും, ആ കണ്ണിന് അള്ളാഹു നാവ് നൽകും, നമ്മളെ കണ്ടാൽ തിരിച്ചറിയും, നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ പറയും എന്നതെല്ലാം തന്നെ ഹദീസിലുണ്ട്. അപ്പൊ ഇൻഷാ അള്ളാഹ് നമ്മൾ തവാഫ് ആരംഭിക്കുന്നത് കഅബ ചതുരാകൃതിയിലാണ്. അതില് ഒരു മൂല ഇതാണ് ഹജറുൽ അസ്വദിന്റെ മൂല, ഹജറുൽ അസ്വദ്. പിന്നെ അടുത്ത മൂല റുക്നുൽ ഇറാഖ് എന്ന് പറയും, ഇറാഖിന്റെ ഭാഗത്തേക്കുള്ള കോർണർ. പിന്നെ റുക്നുൽ ഷാം, റുക്നുൽ യമാനി, ഇങ്ങനെ 4 മൂലയാണല്ലോ. അതില് ഹജറുൽ അസ്വദിന്റെ അവിടുന്ന് ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ എത്താൻ വേണ്ടി പരിശ്രമിക്കണം. അതൊന്നും വേണ്ട, എന്തിനാപ്പത് എന്ന് ചിന്തിക്കരുത്. ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കുക. അവിടെ എത്താൻ കഴിഞ്ഞാൽ നമ്മൾ ആ റുക്കിന് ഹജറുൽ അസ്വദ് അത് ചുംബിക്കുക, അത് നമുക്ക് ഉമ്മ വെക്കുക, ചുംബിക്കുക. നമുക്കത് സാധിച്ചു കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ആ തിരക്കിന്റെ ഇടയിൽ അടുത്തോളം എത്തി നമ്മൾ ഒന്ന് തൊടാൻ വേണ്ടി കൈ അതിന്റെ ഉള്ളിലേക്ക് എത്തി കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ആ കൈ ചുംബിക്കുക. കൈകൊണ്ട് തൊടാൻ പറ്റിയാൽ ആ കൈ ചുംബിക്കുക. അതിനും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ആ മൂലയിലാണ് ഹജറുൽ അസ്വദെങ്കിൽ നമ്മൾ ഇത്രയും അകലക്കൂടിയാണ് പോകുന്നത് എങ്കിൽ അതിന്റെ നേരെ കൈ ഉയർത്തുക, വലത്തെ കൈ ഉയർത്തുക. ഈ 3 സമയത്തായിരുന്നാലും, നമ്മൾ ചുംബിക്കുന്ന സമയമായിരുന്നാലും തൊട്ട് മുത്തുന്ന സമയത്തായിരുന്നാലും കൈ കൊണ്ട് വിശി ചെയ്യുകയാണെങ്കിലും അല്ലാഹു അക്ബർ എന്ന് പറയുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഉമ്മ വെക്കേണ്ടത്. അല്ലെങ്കിൽ കൈ കൊണ്ട് തൊടാൻ പറ്റിയാൽ ആ കൈ ചുംബിക്കുക, അല്ലാഹു അക്ബർ. അത് പറഞ്ഞതിന്റെ ശേഷം പിന്നെ നമ്മൾ കഅബ നമ്മുടെ ഇടത് ഭാഗത്തായി കൊണ്ട് ചുറ്റുക. കഅബ നമ്മുടെ ഇടത് ഭാഗത്താകുന്ന വിധത്തിൽ നമ്മൾ ചുറ്റുക. പുരുഷന്മാർ ആദ്യത്തെ 3 ചുറ്റൽ അല്പം ഒന്ന് ശരീരം ഇളകിക്കൊണ്ടായിരിക്കണം ചുറ്റേണ്ടത്. അതിനാണ് റമല് എന്ന് പറയുക. ആദ്യത്തെ 3 ചുറ്റൽ മാത്രം ശരീരം ഒന്ന് ഇളകിക്കൊണ്ട് നടക്കുക. ഈ നടത്തത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം. നമുക്ക് കിട്ടാവുന്ന ആയത്തുൽ കുർസി ഓതാം. അതുപോലെ ഏതൊരു പ്രാർത്ഥനകളും മറ്റുമൊക്കെ തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നിങ്ങനെ തുടങ്ങുന്ന സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. നമുക്ക് മറ്റു പ്രാർത്ഥനകളാകാം. ഏത് പ്രാർത്ഥനകളും ചൊല്ലി നമ്മൾ നടക്കുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ഈ കാണുന്ന ഒരു കർവ് ഉണ്ട്, ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ഭാഗം, റുക്നുൽ ഇറാഖിന്റെയും റുക്നുൽ ഷാമിന്റെയും ഇടയിലുള്ള ഭാഗം, അതിനാണ് ഹിജ്ർ എന്ന് പറയുക. അതും കഅബയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന്റെ ഉള്ളിലൂടെ പോകാൻ പാടില്ല. അതിന്റെ ഉള്ളിൽ തിരക്കുണ്ടെന്ന് നമ്മളൊന്ന് അതിൽ കൂടെ പോകുക, അത് പാടില്ല. അതിന്റെ പുറത്തുകൂടി ആയിരിക്കണം പോകേണ്ടത്. ഏതെങ്കിലും സമയത്ത് ഒന്ന് ആ ഹിജ്റില് ഒന്ന് കയറി നോക്കിയാലോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കയറിക്കോളും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, നബി എനിക്ക് കഅബന്റെ ഉള്ളിലൊന്ന് നിസ്കരിക്കാൻ ഒരു മോഹം, എനിക്ക് കഅബന്റെ ഉള്ളിലൊന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് മനസ്സിലുണ്ട്. നബി പറഞ്ഞു വാ പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് ആ ഹിജ്റിലേക്ക് കൊണ്ടാക്കി. ഇവിടുന്ന് നിസ്കരിച്ചോ, ഇതും ഹിജ്ർ, അത് കഅബയിൽപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് കഅബയിൽപ്പെട്ടതായിരുന്നു ഇതും. പിന്നെ സാമ്പത്തിക പരാധീനതകൾ ഉള്ളത് കൊണ്ട് അതൊന്ന് ചെറുതാക്കി അതിന്റെ പുനർനിർമ്മാണം നടന്നപ്പോൾ. അപ്പൊ അതിന്റെ പുറത്തുകൂടി ആയിരിക്കണം പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഹജറുൽ അസ്വദിന്റെ അവിടുന്ന് തുടങ്ങി റുക്നുൽ ഇറാഖ് കഴിഞ്ഞ് റുക്നുൽ ഷാം കഴിഞ്ഞ് പിന്നീട് അടുത്ത റുക്നായ റുക്നുൽ യമാനിയിലേക്ക് എത്തും. ആ റുക്നുൽ യമാനിയിലേക്ക് എത്തിയാൽ വെറുതെ പോകുന്ന സമയത്ത് അടുത്തുകൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒന്ന് കൈകൊണ്ട് തൊടുക. റുക്നുൽ യമാനിയുടെ അടുത്തുകൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ കൈകൊണ്ടൊന്ന് തൊടുക. അവിടെ ഫ്രീ ആണ്, ആരുമില്ല, ചുംബിക്കേണ്ടോ വേണ്ട. കൈകൊണ്ട് തൊടുകയോ ആ സമയത്ത് എന്തെങ്കിലും പറയണോ, ഒന്നും പറയണ്ട.
ആ റുക്കുനുൽ യമാനി നമ്മൾ എത്തിയാൽ മനസ്സിൽ കരുതുക ആ റുക്കുനുൽ യമാനിയാണ്. ഇനി ഇവിടെ മുതൽ ഹജറുൽ അസ്വദ് വരേക്കുമുള്ള ഭാഗം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഇത് മാത്രം പറയാം. റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരേക്കുമുള്ള ആ ഒരു ഭാഗത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലാം. നമുക്ക് അറിയുന്ന പ്രാർത്ഥനയാണല്ലോ, അത് ചൊല്ലാം. വീണ്ടും ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തുമ്പോൾ അല്ലാഹു അക്ബർ ഒന്ന് കൈയുയർത്തുക, പിന്നെയും നടക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാൻ ആരൊക്കെ ശ്രമിച്ചോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, നാട്ടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. അതിനെങ്ങനെയാ അതൊക്കെ ചോദിക്കുക? റബ്ബേ റഹ്മാനേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അല്ലാതെ അറബിയിൽ വേണമെന്നില്ല. നിങ്ങൾ വായിച്ച ചില പുസ്തകങ്ങളിൽ ഒന്നാമത്തെ ചുറ്റിൽ ഇന്നത് പ്രാർത്ഥിക്കണം, രണ്ടാമത്തെ ചുറ്റിൽ ഇന്നത് പ്രാർത്ഥിക്കണം, അതിങ്ങനെ തപ്പിത്തെരഞ്ഞു നോക്കി പിന്നെ മൂന്നായല്ല ചുറ്റ്, അപ്പൊ അടുത്ത പേജ് മറിച്ച് മൂന്നാമത്തെ ചുറ്റിലേത് പറഞ്ഞു. അങ്ങനെ 7 ചുറ്റിലും പ്രത്യേകം ചൊല്ലി പറഞ്ഞു. 7 കഴിഞ്ഞപ്പോൾ തവാഫ് കഴിഞ്ഞു. നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാ അതിഞ്ഞെപ്പോഴാ ചോദിക്കുക? തവാഫ് കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ 7 ചുറ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വസ്ത്രം പഴയ രൂപത്തിലേക്ക് മാറ്റുക, ഈ രൂപത്തിലേക്ക് മാറ്റുക. പക്ഷെ തവാഫ് പൂർണ്ണമാകുന്നത് തവാഫിന് ശേഷം മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് 2 റക്അത്ത് നമസ്കരിക്കണം. അടുത്തെന്ന് പറയുമ്പോൾ ഈ മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ഒരു സ്തൂപം, ഇതാണ് മഖാം ഇബ്രാഹിം. അത് നമ്മുടെ മുന്നിൽ വരണം എന്ന് മാത്രമല്ല, അത് അതുമ്മ നെറ്റിമുട്ടുന്ന രൂപത്തിലൊന്നും ആകണ്ട, എത്രയോ പിന്നിലേക്ക് നമ്മൾ പോകുക. അങ്ങനെ 2 റക്അത്ത് നമസ്കരിക്കുക. നമസ്കരിക്കാൻ അവിടെ ഇങ്ങനെ തവാഫ് നടക്കുന്നുണ്ടാകും, ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവും. നമ്മൾ അതിന്റെ ഇടയ്ക്ക് അവിടെ സ്ഥലമില്ല. പക്ഷെ ഇങ്ങനെ ഒരാൾ അത്തഹിയാത്തിലാണുള്ളത്, എളുപ്പം നിസ്കാരം കഴിയും, അവിടെ കാത്തു നിൽക്കുക. അയാൾ നിസ്കരിച്ച് സലാം വീട്ടി അയാൾ എണീറ്റാൽ ഉടനെ നമുക്ക് അവിടെ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുക. നിസ്കരിക്കാൻ നിന്നിട്ട് നിസ്കരിക്കാൻ തക്ബീർ ചെല്ലുന്നതിന്റെ മുമ്പ് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്നൊന്ന് പറയാം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്നൊന്ന് പറഞ്ഞ് അതിന് ശേഷം അല്ലാഹു അക്ബർ നമ്മൾ കൈകെട്ടുക. സാധാരണ നമസ്കാരം പോലെ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, അത് ഓതി 2 റക്അത്ത് നമസ്കരിക്കുക. അതോടുകൂടി തവാഫ് പൂർണ്ണമായി. എപ്പോ തവാഫ് ചെയ്യുകയാണെങ്കിലും 7 ചുറ്റൽ ചുറ്റണം, 2 റക്അത്ത് നമസ്കരിക്കും. തവാഫ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസം കുടിച്ചു. കുടിക്കുക മാത്രമല്ല ഓ സബ്ബ അലാ റഅസിഹി, തന്റെ തലയിലൊക്കെ ആ വെള്ളമാക്കി മുഖക്കൊന്ന് കഴുകി. ആ നിലക്ക് അത്രയും പവിത്രമായ പരിശുദ്ധമായ ആ ഒരു സംസം, അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുടിക്കുക. നല്ല തണുപ്പായിരിക്കും. അത് പ്രയാസമുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ കുറച്ച് തണുപ്പ് കുറഞ്ഞത് നമ്മളുടെ ബാഗിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ തണുപ്പ് കുറഞ്ഞ സ്ഥലത്ത് ആ വെള്ളമുള്ള ക്യാനുകൾ കണ്ടാൽ അവിടുന്ന് കുടിക്കുക. നമുക്ക് തവാഫും സംസം കുടിക്കലും കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് ഉംറയുടെ ഭാഗമായുള്ളത് സഅയാണ്. സഫ മർവക്കിടയിലുള്ള സഅയ്, അഥവാ തവാഫ് കഴിഞ്ഞതിന്റെ ശേഷം വദു നഷ്ടപ്പെട്ടാൽ പ്രയാസപ്പെടേണ്ടതില്ല. സഅയിന് വദു ആവശ്യമില്ല. നമ്മൾ സഅയിലേക്കണ്ട് പോകുന്ന സമയത്ത് കഅബയുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ഒരു സൈഡിൽ കഅബ കാണും. ആ കഅബയുടെ അടുത്ത് കൂടി നമ്മൾ പോവുകയാണ്. ഹജറുൽ അസ്വദിന്റെ ആ ഭാഗം നമ്മളുടെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ അല്ലാഹു അക്ബർ എന്നൊന്ന് കൈ ഉയർത്തി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം കുടിച്ചതിന്റെ ശേഷം സഅയിലേക്ക് പോകുന്ന സമയത്തും അല്ലാഹു അക്ബർ, അതായത് ഹജറുൽ അസ്വദ് ചുംബിച്ചു, അല്ലെങ്കിൽ അതിന് പറ്റുന്ന അതിന്റെ പരിഹാരം ചെയ്തു. അപ്പൊ നമ്മളത് ചെയ്യുക. പിന്നീട് നമുക്ക് സഅയിലേക്ക് അടുക്കുമ്പോൾ സഫ മർവ 2 കുന്നുകളാണ്. സഫയിൽ നിന്ന് മർവയിലേക്കുള്ള ദൂരം 400 മീറ്റർ ആണ്. അപ്പൊ 7 ചുറ്റല് നമ്മൾ 7 നടത്തം നടക്കുമ്പോൾ 4 28 ഏകദേശം 3 കിലോമീറ്ററോളം നമ്മൾ നടക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ നേരത്തെ നടന്ന് ശീലമില്ലാത്തവരൊക്കെ ഒന്ന് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് നടന്ന് പ്രാക്ടീസ് ചെയ്യുക. സഫയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ സൂറത്തുൽ ബഖറയിലെ 158 ആയത്തിന്റെ ഭാഗം ഒന്ന് പറയാം. സഫയിലേക്ക് കണ്ട് കയറാൻ നേരത്ത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് മുഴുവൻ അറിയുന്നവർ ഫമൻ ഹജ്ജൽ ബൈത വയതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം.
അത് പറഞ്ഞ് സൊഫയിലേക്ക് കണ്ട് കയറി. എന്നിട്ട് നമ്മൾ നേരെ കഅബയുടെ നേരെ തിരിയുക. സൊഫയിലേക്ക് കയറി കഅബയുടെ നേരെ തിരിഞ്ഞ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം ഇത് മാത്രമാണ് ഹജ്ജിനും ഉംറക്കും അല്പം നമ്മൾ അധികം കാണാതെ പഠിക്കേണ്ടത്. പഠിച്ചിട്ടില്ലാത്ത ആളുകൾ പഠിക്കാൻ ശ്രമിക്കുക. അതിൽ ആദ്യ വരി നമ്മളൊക്കെ ദിവസേന 100 പ്രാവശ്യം പറ്റുന്നവർ പറയേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. കൈകൾ ഉയർത്തി 3 പ്രാവശ്യം പറയുക. ഒരിക്കൽ പറയുക, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കുക, വീണ്ടും അത് ചൊല്ലുക, പിന്നെയും നമ്മൾ പറയുക. അങ്ങനെ 2-3 പ്രാവശ്യം കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ അത് പ്രാർത്ഥിക്കുക. അതിന്റെ ശേഷം നമ്മൾ നേരെ മർവയിലേക്ക് നടക്കും. ആ മർവയിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അള്ളാഹു ആരംഭിച്ചത് കൊണ്ട് ഞാനും തുടങ്ങട്ടെ. സൊഫയാണല്ലോ ആദ്യം പറഞ്ഞത്. ആ സൊഫയിൽ നിന്ന് തുടങ്ങി മർവയിലേക്ക് നടക്കുക. ഇത് പറഞ്ഞതിന്റെ ശേഷം പിന്നെ ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കുക. നമുക്ക് പറ്റുന്ന ദിക്റുകൾ ചൊല്ലാം, ആയത്തുകൾ ഓതാം. അതൊക്കെ കഴിഞ്ഞ് പച്ച ലൈറ്റ് അല്ലെങ്കിൽ പച്ച കളറുള്ള സ്ഥലത്തെത്തുമ്പോൾ പുരുഷന്മാർ ഒന്ന് ഓടുക. സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുന്നതിനിടയിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കാണും. അവിടെ എത്തുമ്പോൾ ഒന്ന് സ്പീഡിൽ ഓടുക. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ രൂപത്തിൽ നടക്കുക. അങ്ങനെ മർവയിൽ എത്തിക്കഴിഞ്ഞാൽ മർവയിലും നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് മർവയിൽ നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. പക്ഷെ അവിടെ കഅബ നമുക്ക് കാണാൻ കഴിയില്ല. കൈകൾ ഉയർത്തി കഅബന്റെ പൊസിഷൻ അവിടെ ആയിരിക്കും എന്ന് നമുക്കറിയാം. കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 3 പ്രാവശ്യവും ഇവിടുന്ന് പ്രാർത്ഥിക്കുക. സൊഫയിൽ നിന്ന് മർവയിലെത്തിയാൽ 1, മർവയിൽ നിന്ന് വീണ്ടും സൊഫയിലേക്ക് നടന്നാൽ 2, വീണ്ടും സൊഫയിലെത്തുമ്പോൾ ആദ്യം ചെയ്തതുപോലെ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ സൊഫയിൽ നിന്ന് മർവയിലേക്കുള്ളത് 1, 2, 3, 4, 5, 6, 7, അവസാനം മർവയിലാണ് എത്തുക. ആ മർവയിൽ എത്തുന്നതോടുകൂടി സഅയ് കഴിഞ്ഞു. പക്ഷേ ഹജ്ജിൽ നമ്മൾ ഉംറയുടെ റുക്നുകൾ പറഞ്ഞത് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക, തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, പിന്നെ ഒന്നും കൂടി ഉണ്ട്, തല മൊട്ടയടിക്കുക എന്നുള്ളത്. അതും കൂടി ചെയ്താലേ ഉംറ പൂർത്തിയാവുള്ളൂ. ചില ആളുകളൊക്കെ ചില അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. പിന്നീട് വന്ന് പറയും ഇനി എന്താ ചെയ്യാന്ന്. കാരണം രാത്രിയാണ് തവാഫും സഅയും കഴിഞ്ഞത്. അപ്പൊ അവിടെ കണക്ക് കൂട്ടുകയാണ്, ബാക്കി നമുക്ക് നാളെ രാവിലെ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടിയൊക്കെ കളയാം. രാത്രി അവരെന്ത് ചെയ്തു? ഇഹ്റാമൊക്കെ ഒഴിവാക്കി ഒരു മൂലയിലിട്ട് സാധാരണ പാന്റും ധരിച്ച് ഡ്രസ്സും ധരിച്ച് തല മൂടിക്കിടന്നുറങ്ങി. പാടില്ല. മൊട്ടയടിക്കുന്നതിന്റെ മുമ്പ്, മുടിയെടുക്കുന്നതിന്റെ മുമ്പ് അയാൾ ഇഹ്റാമിൽ പാടില്ലാത്ത ചുന്നിയ വസ്ത്രം ധരിച്ചാൽ അയാൾ ഫിദിയ കൊടുക്കണം. എന്താ ഇങ്ങനെ ചെയ്യുക? വീണ്ടും അയാൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം. വീണ്ടും ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. എന്നിട്ട് ഒന്നുകിൽ ഒരു ആടിനെ മക്കത്തറുത്ത് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ 6 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 3 ദിവസം നോമ്പനുഷ്ഠിക്കുക. അപ്പൊ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുടിയെടുക്കുന്നത് മുടി കളയുക തന്നെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞവർക്ക് വേണ്ടി 2-3 തവണ പ്രാർത്ഥിച്ചു. ചില ആളുകൾ തലയിലെ അസുഖവും മറ്റുമൊക്കെ കാരണത്താൽ മുടി വെട്ടിയവരുണ്ട്. വെട്ടിയാലും ഉംറ ശരിയാകും. നബിയോട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, വെട്ടിയവർക്ക് നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞു. മുടി കളഞ്ഞവർക്ക് വേണ്ടി അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ എന്ന് 2-3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ മുടി കളയുക. സ്ത്രീകൾ അവരുടെ ഒരു വിരൽത്തുമ്പ് അത്ര നീളം മുടി ഒന്നാകെ മുടിക്കെട്ട് കൂട്ടിപ്പിടിച്ചിട്ട് വെട്ടിക്കളയുക. ഇത് കൂടി കഴിഞ്ഞാൽ ഉംറ അവസാനിച്ചു. ഹജ്ജിന്റെ കൂടെയാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ പോയാൽ ചെയ്യേണ്ട ഉംറയുടെ രൂപമാണ് ഈ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അവസാനിക്കല്ലേ. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നേരത്തോടെ പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഉംറയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി തുടങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഉംറയുടെ രൂപമാണ് നിങ്ങളുടെ മുന്നിൽ നമസ്കാരത്തിന്റെ മുമ്പ് വിശദീകരിച്ചത്. ഇനി നമുക്ക് അത്ര തന്നെ സമയം വേണ്ടി വരില്ല ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ വിഷയം കൂടി പെട്ടെന്ന് പറഞ്ഞു തീർക്കും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഷബീബ് സലാഹി നിങ്ങളെയും കൊണ്ട് മദീനയിലേക്ക് പോവുകയും മറ്റു കാര്യങ്ങൾക്കുള്ള സംശയ നിവാരണത്തിനൊക്കെ ഉള്ള അവസരവും കൂടിയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ ദുൽഹജ്ജ് 8 മുതൽക്കാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തമത്തു ആയ രീതിയിൽ ഉംറ നിർവഹിക്കേണ്ട രൂപം നമ്മൾ പഠിച്ചു. ഉംറ കഴിഞ്ഞു, നമ്മൾ തഹല്ലുലായി. ഇനി ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്ന ദുൽഹജ്ജ് 8 നമുക്ക് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കണം. അത് മക്കത്ത് എവിടെയാണോ നമ്മളുള്ളത്, മക്കയിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. മീക്കാത്തിലേക്ക് പോകേണ്ടതില്ല. ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് നമ്മൾ മീക്കാത്തിലേക്ക് പോകുന്നില്ല, അതിന് പരിഹാരമായിക്കൊണ്ടാണ് അറവ് നടത്തേണ്ടത്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ അറവ് ഹദിയ എന്നാണ് അതിന് പറയുക, ഹദിയ്. മറ്റ് ചില ഗ്രന്ഥങ്ങളിലൊക്കെ ദമു ശുക്രാൻ എന്ന് അതിന് പറയാറുണ്ട്. ദമു ശുക്രാൻ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അറവാണ്, അല്ലാതെ ഫിദിയ അല്ല. ഫിദിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അതിനുള്ള കഫാറത്ത്, അതിനുള്ള കോമ്പൻസേഷൻ ആയിക്കൊണ്ട് ചെയ്യുന്ന അറവ്, അതിനാണ് ഫിദിയ എന്ന് പറയാം. ഫിദിയ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. ഫിദിയ നമുക്കതിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല. എന്നാൽ ഹദിയ ആണെങ്കിൽ നമുക്ക് പറ്റാവുന്നിടത്തോളം നമുക്ക് ഭക്ഷിക്കാൻ കിട്ടുമെങ്കിൽ, സാധിക്കുമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ മീക്കാത്തിലേക്ക് പോകേണ്ടതില്ല. മക്കയിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഇഹ്റാമിന് വേണ്ടിയുള്ള കുളിക്കുക. പിന്നെ പുരുഷന്മാർ മാത്രം ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക. അതിനുശേഷം ഇഹ്റാമിന്റെ വസ്ത്രം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വസ്ത്രം നമ്മൾ ചുമല് മറയുന്ന വിധത്തിൽ പുതക്കുക. അത് മാത്രമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. ഈ രൂപത്തിൽ നമ്മൾ പുതക്കുക. നമ്മളിത് വസ്ത്രം മാറിയത് കൊണ്ട് ഇഹ്റാമിലാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തു നിന്നാണ് ഹജ്ജിന് പുറപ്പെട്ടത്. മദീനത്തു നിന്ന് പുറപ്പെട്ടത് ദുൽഖഅദ് മാസം 24 പുറപ്പെട്ടു. പ്രവാചകന്റെ കൂടെ മദീനയിൽ നബി ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തെയും കൊണ്ടാണ് വരുന്നത്. ആ ഒട്ടകത്തിന്റെ പുറത്ത് കസുവാ എന്നാണ് ആ ഒട്ടകത്തിന്റെ പേര്. അപ്പൊ ആ ഒട്ടകത്തിന്റെ പുറത്ത് നബി കയറി ഇരുന്ന്, ശരിയായ രൂപത്തിൽ കയറി ഇരുന്നതിന്റെ ശേഷമാണ് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇനി ഒട്ടകത്തെ വിളിച്ച് അതിന്റെ പുറത്ത് കയറിയിരിക്കണം എന്നല്ല. നമ്മുടെ വാഹനം ഏതാണോ ആ വാഹനത്തിൽ കയറി ഇരുന്നതിന്റെ ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കുക. അതിനൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ നമ്മൾ വിമാനത്തിൽ നിന്നാണ് ഉംറക്ക് ഇഹ്റാം ചെയ്തത്, അപ്പൊ അത് വാഹനത്തിൽ തന്നെയാണ്. ഇനി മക്കയിൽ ദുൽഹജ്ജ് 8 നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കും. ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 ഇത്രയും ദിവസങ്ങളാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ. ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്നാണ് പറയുക, യൗമു തർവിയ. ദുൽഹജ്ജ് 9 യൗമു അറഫ. ദുൽഹജ്ജ് 10 യൗമു നഹർ. പിന്നെ 11, 12, 13 അയ്യാമു തശ്രീഖ് എന്ന് മൊത്തത്തിൽ പറയും. 11 മാത്രം ചില ഗ്രന്ഥങ്ങളിലൊക്കെ യൗമുൽ ഖർറ് എന്ന് പറയാറുണ്ട്. യൗമുൽ ഖർറ് മറ്റ് യാത്രകളൊക്കെ കഴിഞ്ഞ് മക്കയിൽ നിന്ന് വീണ്ടും മിനായിലെത്തി സ്ഥിരമായി കൂടുന്ന ഒരു ദിവസം. അതുകൊണ്ട് 11 യൗമുൽ ഖർറ് എന്ന് പറയും. 12 വേണമെങ്കിൽ നമുക്ക് മതിയാക്കി മിനായിൽ നിന്ന് പോകാം. അതുകൊണ്ട് നഫറുൽ അവ്വൽ, യൗമുൻ നഫറുൽ അവ്വൽ, ഒന്നാമത്തെ ഒഴിഞ്ഞുപോക്ക് എന്ന് 12 പറയാറുണ്ട്. പിന്നെ നഫറുൽ അഖീർ, അവസാനത്തെ ഒഴിഞ്ഞുപോക്ക് എന്നുള്ളതിന് 13 പറയാറുണ്ട്. എന്നാൽ മൊത്തത്തിൽ 11, 12, 13 ഈ 3 ദിവസങ്ങൾ അയ്യാമു തശ്രീഖ് എന്നാണ് അറിയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് യൗമു തർവിയ എന്ന് പറയുന്ന ദുൽഹജ്ജ് 8, ആ 8 നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. നമ്മളെ മിനായിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനം, മുതവഫിന്റെ വാഹനം വരും. ആ വാഹനത്തിൽ നമ്മൾ കയറി ഇരുന്നതിന്റെ ശേഷം ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ
എന്ന് പറയുന്നതോടുകൂടി നമ്മൾ ഇഹ്റാമിലായി. പിന്നെ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും തെൽബിയത്ത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അന്ന് ചെയ്യാനുള്ളത് നേരെ മിനായിലേക്ക് പോകുക എന്നുള്ളതാണ്. ഹജ്ജിന്റെ മശായിറുകളിൽ ആദ്യമായി നമ്മൾ ഏർപ്പെടുന്നത് മിനായിലേക്കുള്ള യാത്രയാണ്. ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മിന. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയത് മിനായിലേക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യസ്രിബിലേക്കുള്ള ഹിജ്റയുടെ മുമ്പ്, മദീന ഹിജ്റയുടെ മുമ്പ് മദീനത്തുനിന്ന് വന്ന ഹാജിമാരുമായി കൊണ്ട് നബി കൂടിക്കാഴ്ച നടത്തിയ ചില സംഭാഷണങ്ങൾ നടന്ന സ്ഥലമാണ് മിന. അഖബ ഉടമ്പടികൾ എന്ന് ചരിത്രത്തിൽ, നബി ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഖബ ഉടമ്പടി, ആ ഉടമ്പടി നടന്നത് മിനയിലാണ്. മസ്ജിദ് അഖബ എന്ന് പറഞ്ഞ് ഒരു ചെറിയ പള്ളി മിനായിൽ നമുക്ക് കാണാം. അത് അറിയുന്നവർക്ക് കാണാൻ പറ്റും. ആ മിനായിലേക്ക് നമ്മൾ ചെല്ലുന്നു. മിന എന്ന് പറഞ്ഞാൽ ടെന്റുകളുടെ നഗരി. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. അതായത് എവിടെയും ടെന്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ടെന്റുകളാണ് ആ കാണുന്നത്. അത്രയും മനോഹരമായ ആ ടെന്റിലേക്ക് മക്കയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ആണ് ദൂരം. നമ്മൾ മിനായിൽ നമുക്ക് താമസിക്കാനുള്ള ടെന്റ് ഉണ്ടാകും. ഗവൺമെന്റിലൂടെ പോകുന്ന ആളുകൾക്ക് നിങ്ങളുടെ കൂടെ അതിനുള്ള വഴികാട്ടുന്ന ആള് നിങ്ങളെ കൊണ്ടുപോകും ടെന്റിലേക്ക്. പ്രൈവറ്റ് ഗ്രൂപ്പിലൂടെ പോകുന്നവരും നേരത്തെ തന്നെ ഏത് ടെന്റാണ്, അതിന്റെ പോർഷൻ ഏതാണെന്നൊക്കെ നമുക്ക് വിവരം കിട്ടും. ആ ടെന്റിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ വളരെ വളരെ വിശാലമായ ഒരു സൗകര്യമൊന്നും അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ മക്കയിൽ താമസിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു 40 ആൾക്കുള്ള ഒരു സ്ഥലം നമുക്ക് തന്നാൽ 30 ആള് കിടന്നാൽ തന്നെ ആ സ്ഥലം തീരും. കാരണം അത്രയും കൺജസ്റ്റഡ് ആയിക്കൊണ്ടായിരിക്കും. സാധാരണ പറയാറുള്ളത് ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കേണ്ടി വരും, മയ്യത്ത് ചരിച്ചു വെക്കുന്നത് പോലെ. അല്പം തടിയുള്ള ആളുകൾ മലർന്നു കിടക്കുകയാണെങ്കിൽ ആ സ്ഥലം മതിയാവുകയില്ല. പക്ഷെ എന്നാലും നമ്മൾ അന്യോന്യം സഹകരിച്ച് സഹായിച്ച് ക്ഷമിച്ച് നമ്മേക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് നമ്മൾ ആ സ്ഥലം അവിടെ ഉപയോഗപ്പെടുത്തണം. മിനായെ സംബന്ധിച്ച് പറയുമ്പോൾ മിനായിൽ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്. വളരെ ചരിത്ര പ്രസിദ്ധമായ പള്ളി. ആ പള്ളി മസ്ജിദുൽ ഖൈഫ് എന്ന പേരിലാണ് അത് അറിയുന്നത്. മസ്ജിദുൽ ഖൈഫ് വളരെ വിശാലമായ പള്ളി. സല്ലല്ലാ ഫീഹി 70 നബിയ്യൻ മിനൽ അംബിയാ, 70ഓളം പ്രവാചകന്മാർ നമസ്കരിച്ച അത്രയും പുരാതനമായ പള്ളി. ആ പള്ളി അവിടെ മിനായിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉണ്ടാക്കിയ പ്രസിദ്ധമായ മറ്റൊരു മസ്ജിദ് കുവൈത്തി എന്നറിയപ്പെടുന്ന വേറൊരു പള്ളിയുമുണ്ട്. ബാക്കിയുള്ളതൊക്കെ ടെന്റുകളാണ് അവിടെ ഉള്ളത്. നമുക്ക് മിനായിൽ എത്തിക്കഴിഞ്ഞാൽ ദുൽഹജ്ജ് 8 എന്താണ് കർമ്മം? പ്രത്യേകിച്ചൊരു കർമ്മമില്ല. നമ്മൾ മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഒരു ഇബാദത്തിലാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ടെന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിശ്രമിക്കാം, തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാം, മറ്റ് ദിക്റുകളും തസ്ബീഹുകളുമാകാം, മുസാഫ് നമ്മൾ കൊണ്ടുപോകുക, ഖുർആൻ ഓതാം, അങ്ങനെയൊക്കെ അവിടെ കഴിഞ്ഞുകൂടുക. അവിടെയുള്ള നമസ്കാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 5 വഖത്ത് നമസ്കാരം അതാതിന്റെ സമയങ്ങളിലായിക്കൊണ്ട് നിർവഹിക്കുക. 4 റക്അത്തുള്ള നമസ്കാരം 2 മിനയിൽ വെച്ച് ചെയ്യേണ്ടതുള്ളൂ. ലോഹറിന്റെ സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, 2 റക്അത്ത് ലോഹർ നിസ്കരിക്കുക. വേറെ സുന്നത്തുകളൊന്നുമില്ല. കുറച്ച് സമയം കിടന്നുറങ്ങാം, ഉള്ള ഭക്ഷണം കഴിച്ച് അവിടെ കൂടാം. അസറിന്റെ സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, 2 റക്അത്ത് അസർ. അതുപോലെ മഗ്രിബിന്റെ സമയത്ത്, ഇശാഇന്റെ സമയത്ത് 2 റക്അത്ത്. പിറ്റേ ദിവസത്തെ സുബഹിയും മിനായിൽ വെച്ച് നമസ്കരിക്കുക. അവിടെ മസ്ജിദുൽ ഖൈഫ് എന്ന് പറഞ്ഞ ആ പള്ളിയിലും 2 റക്അത്തേ നിസ്കാരം ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും കൂടി 25 ലക്ഷം ആളുകൾക്ക് മസ്ജിദുൽ ഖൈഫിൽ പോയി നിസ്കരിക്കാൻ കഴിയില്ല. നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ടെന്റിൽ ഖിബില ഏത് ഭാഗത്തേക്കാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് ഇമാമായി നിന്ന് ഈ പറഞ്ഞ രൂപത്തിൽ നമസ്കരിക്കുക. സ്ത്രീകൾ പുരുഷന്മാരും ഒന്നിച്ച്, ഗവൺമെന്റിലൂടെ പോകുന്ന ആളുകൾക്ക് ഒരു 10-20 പേർക്ക് ഒന്നിച്ചുള്ള ഒരു ഏരിയ ഉണ്ടാകും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂടെ ഇവിടെ നിന്നുള്ള തിരൂരങ്ങാടിയിൽ നിന്നുള്ള ഒരു ഉപ്പയും ഉമ്മയും ഉണ്ടായിരിക്കും. പിന്നെ മംഗലാപുരത്തു നിന്നുള്ള ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവും. തിരുവനന്തപുരത്തു നിന്നുള്ള വേറെ ആളുകൾ ഉണ്ടാവും. അങ്ങനെ മിക്സഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ സ്ത്രീകൾക്കൊരു ഏരിയ ബാക്ക് ഭാഗമാക്കി അവിടെ വല്ല ബെഡ്ഷീറ്റോ മറ്റോ ഒരു ചെറിയൊരു മറ സ്വീകരിക്കുക. കാരണം 8ന്റെ അന്ന്, പിന്നെ അതേപോലെ 11, 12, 13 ദിവസങ്ങളിലും നമ്മൾ മിനയിൽ കൂടണം.
അപ്പൊ നമ്മള് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് മക്കനൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തലയൊക്കെ ഒന്ന് ചൊറിയണം, ഒന്ന് കാറ്റുകൊള്ളണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ മിക്സഡ് ആവുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. അത് ശ്രദ്ധിക്കുക. എല്ലാവരും ജമാഅത്തായിക്കൊണ്ട് 2 റക്അത്ത് ഈ പറഞ്ഞ രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുന്നു. അതാണ് മിനയിലുള്ള ഇബാദത്ത്. മക്കക്കാരായ ആളുകൾ, മിനയിലുള്ള ആളുകൾ അവര് ഹജ്ജിനുണ്ട് എങ്കിൽ അവരും ളുഹർ 2 അവിടെ നിസ്കരിക്കേണ്ടതുള്ളൂ. അല്ലാതെ യാത്ര കാരണം ചുരുക്കിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം ദുൽഹജ്ജ് 9 യൗമു അറഫ, ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന അത് ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും മഹനീയമായ ദിവസമാണ് യൗമു അറഫ. ഖൈറു യൗമിൻ തലാത്തു ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന യൗമു അറഫ, ദുൽഹജ്ജ് 9. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫ കിട്ടിയിട്ടില്ലെങ്കിൽ ഹജ്ജ് വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവമുള്ള പ്രാധാന്യമുള്ള ദിവസം നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയും വികാരവും ഒക്കെ ഉണ്ടാകണം. ജീവിതത്തിൽ പിന്നീട് അത്തരത്തിലുള്ള ഒരു അസുലഭ സന്ദർഭം വേറെ നമുക്ക് ദുനിയാവിൽ വെച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. മഹശറയെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിധത്തിൽ എല്ലാവരും വിശാലമായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണ്. പക്ഷെ അറഫയുടെ സമയം ആരംഭിക്കുന്നത് ളുഹർ മുതൽക്കാണ്. നമ്മൾ സുബൈക്ക് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറെ കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമല്ല. നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോഴും അറഫയിലൊക്കെ കൊണ്ടുപോയി കാണിക്കും. അപ്പൊ അറഫയുടെ ആ ഒരു ദിവസത്തെ മഹത്വം തുടങ്ങുന്നത് ദുൽഹജ്ജ് 9 ളുഹർ മുതൽക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉച്ചവരെ നെമിറയിൽ തങ്ങി. നെമിറ എന്ന് പറയുന്ന സ്ഥലം, ആ നെമിറ എന്ന് പറയുന്നത് അറഫയുടെ ബൗണ്ടറി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആ ബൗണ്ടറിയിലാണ് നെമിറ നിൽക്കുന്നത്. ഇന്ന് അവിടെ ഒരു പള്ളിയുണ്ട്. കൊല്ലത്തിൽ ഒരൊറ്റ ദിവസം മാത്രം ജനനിബിഡമായി തീരുന്ന മസ്ജിദ് നെമിറ പള്ളി. ആ പള്ളിയിലെ ആദ്യത്തെ കുറെ സഫുകൾ അറഫന്റെ പുറത്താണ്. കാരണം ബൗണ്ടറിയിൽ അതിർത്തിയിലാണ് പള്ളി പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചു ഭാഗം അറഫയുടെ പുറം ഭാഗത്താണ്. നമ്മൾ നിൽക്കുന്നത് അറഫയിൽ തന്നെയാകണം. ഉച്ചവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നെമിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ തമ്പുണ്ടാക്കി, ഒരു ടെന്റ് കെട്ടി അതിൽ താമസിച്ചു, അതിൽ വിശ്രമിച്ചു. ഉച്ച സമയമായപ്പോഴാണ് അറഫയിലേക്ക് നബി പ്രവേശിക്കുകയും അറഫയിലെ ഏറ്റവും പ്രസിദ്ധമായ നബിയുടെ ജീവിതത്തിലെ വളരെ ഹൃദയസ്പർക്കായ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകിയ വിടവാങ്ങൽ പ്രസംഗം നടന്നിട്ടുള്ളത് ഖുത്ബത്തുൽ വദാ, അത് അറഫയിൽ നടന്നു. അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ വർഷങ്ങളിലും ഹജ്ജിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിക്കൊണ്ട് അറഫയിലെ ഖുത്ബ നടക്കും. നെമിറ പള്ളിയിൽ വെച്ചാണ് ആ ഖുത്ബ നടക്കുക. ഖുത്ബക്ക് ശേഷം ബാങ്ക് കൊടുക്കും, ഇഖാമത്ത് കൊടുക്കും, 2 റക്അത്ത് ളുഹർ നിസ്കരിക്കും. അപ്പൊ തന്നെ ഇഖാമത്ത് കൊടുത്ത് 2 റക്അത്ത് അസറും നിസ്കരിക്കും. അറഫയിൽ ളുഹറും അസറും ജമ്മും കസറുമായിക്കൊണ്ടാണ് നമസ്കരിക്കുക. മിനായിൽ വെച്ച് ഓരോന്നും അതാതിന്റെ സമയത്ത്. അറഫയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഇടയിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊന്നും നിർവഹിച്ചിട്ടില്ല. അറഫയിലെ ഒരു ഉയർന്ന ഒരു കുന്നുണ്ട്, പഴയ കാലത്ത് ജബൽ ഇലാൽ എന്നാണ് അതിന് ഗ്രന്ഥങ്ങളിലൊക്കെ അറിയുന്നത്. ജബൽ ഇലാൽ ഇന്നത് ജബലുർ റഹ്മ എന്നാണ് അതിന് പറയുന്നത്. അവിടെ മലയാളത്തിലും അവിടെ എഴുതി വെച്ചത് കാണാം, ജബലുർ റഹ്മ എന്നുള്ളത്. അപ്പൊ നമ്മൾ അറഫയെ പറ്റി പറയുമ്പോൾ അറഫയുടെ ഉള്ളിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. അറഫയുടെ അതിർത്തി നിശ്ചയിക്കുന്ന ബോർഡുകൾ അവിടെ എങ്ങനെ കാണാം. അതുകൊണ്ട് അറഫയുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ ടെന്റ് അവിടെ ഉണ്ടാവുള്ളൂ. ചെറിയ വിധത്തിലുള്ളൊരു ടെന്റ് ഉണ്ടാവും. മിനായിൽ അത്ര തന്നെ സൗകര്യം അറഫയിൽ ഉണ്ടാവില്ല. നമ്മൾ ആ അറഫയിലെ ഉള്ളിലായിരിക്കും. ഇൻഷാ അല്ലാഹ് അവിടെ പള്ളിയിൽ ഖുത്ബ നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ അത് FM സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഖുത്ബ കേൾക്കാൻ വേണമെങ്കിൽ അവസരം ഉണ്ടാക്കാം. പ്രൈവറ്റ് ഗ്രൂപ്പിലൂടെ ഒക്കെ പോകുന്ന ആളുകൾക്ക് ആ ഖുത്ബ കേൾപ്പിക്കാറുണ്ട്, അതിന്റെ ആശയം പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് ആ ഒരു സമയം കണക്കാക്കി മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ ഖുത്ബ കഴിഞ്ഞ് നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നമ്മുടെ ടെന്റിൽ വെച്ച് നമ്മൾ ളുഹറും അസറും ജമ്മും കസറുമായി നമസ്കരിക്കുക. പിന്നീട് ബാക്കിയുള്ള സമയം പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. അപ്പൊ ഏകദേശം നമുക്കൊരു ളുഹർ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയം അത് ഉപയോഗപ്പെടുത്തുക. നേരത്തെ തന്നെ
നമ്മളോട് പലരും പറയും അറഫയിൽ വെച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ മോന്റെ കാര്യം ഒന്ന് പറയണം, എന്റെ മകളുടെ കാര്യം ഒന്ന് പറയണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയുമ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ അവസാനത്തിൽ ഒരു 4-5 പേജ് ബ്ലാങ്കായി വെറുതെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലൊന്ന് കുറിച്ചു വെക്കുക, ഒന്ന് എഴുതി വെക്കുക. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെ വല്യമ്മയുടെ മകള് ഇന്ന കാര്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമ്മളതൊന്ന് സൂചിപ്പിക്കുക. നമ്മുടെ പോക്കറ്റിൽ അതല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഹാൻഡ് ബാഗിൽ അത് ഉണ്ടാകുക. അറഫയിൽ വെച്ച് അത്തരം പ്രാർത്ഥനകളൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജബലുർ റഹ്മ എന്ന് പറയുന്ന കുന്നിന്റെ മേലെ കയറുകയോ ആ കുന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് ആളുകളൊക്കെ ആ കുന്നിന്റെ മേലെ കയറി ഉരുണ്ട് വീഴുകയൊക്കെ ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായാലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ച് പറഞ്ഞു, അന വഖഫ്തു ഹാഹുന, ഞാൻ ഇവിടെ നിൽക്കുന്നു, പക്ഷേ അറഫ കുല്ലുഹാ മൗഖിഫുൻ, അറഫയിൽ എവിടെയും നിൽക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്നത് എവിടെയായിരുന്നാലും അറഫയുടെ ഉള്ളിലായാൽ മതി, കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് ഓരോരുത്തരുടെയും ആവശ്യം? മുസ്ലിം ഉമ്മത്തിന്റെ ആവശ്യം, നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യം, നമ്മുടെ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും കാര്യം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം, മുവഹിദുകളാകണം. അതുകൊണ്ട് ഇടക്കിടക്ക് നബി ഏറെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിടക്ക് പ്രാർത്ഥിക്കുക. പിന്നെ വീണ്ടും നമുക്ക് ആവശ്യമുള്ള പ്രാർത്ഥിക്കുക. അവിടെ ടെന്റിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നില്ല, ടെന്റിന്റെ പുറത്ത് ധാരാളം വേപ്പ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ തണലത്തോ അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് നിന്ന് പ്രാർത്ഥിക്കുക, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. വുഖൂഫ് അറഫ എന്നാണ് പറയാ, അറഫയിൽ നിൽക്കുക. അതുകൊണ്ട് കുറെ സമയം നിന്ന് പ്രാർത്ഥിക്കുക. ടെന്റിൽ വന്ന് കുറച്ചേരൊക്കെ ഇരിക്കാം, വേണമെങ്കിൽ അല്പം വിശ്രമിക്കണമെങ്കിൽ കിടക്കാം, ഖുർആൻ ഓതാം, വീണ്ടും കുറെ നിന്ന് പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയുടെ അടുത്ത് ഞാനായിരുന്നു അറഫയിൽ ഉണ്ടായിരുന്നത്. നബി മദീനത്ത് നിന്ന് വരുമ്പോഴുള്ള ഒട്ടകമുണ്ട്, ഒട്ടകത്തിന്റെ പേര് കസുവാ. ആ ഒട്ടകം നബിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കയറ് നബിയുടെ കയ്യിലുണ്ട്. മനസ്സ് ഇടറിക്കൊണ്ടുള്ള, കണ്ണ് നനഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, ശരീരം മുഴുവൻ വിറക്കുന്ന ദിവസമാണെന്ന്. ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബിയുടെ കയ്യിൽ നിന്ന് കയറ് താഴേക്ക് വീണു. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി ആ കയറെടുക്കാൻ വേണ്ടി കുനിഞ്ഞു. ആ കയറെടുക്കാൻ കുനിഞ്ഞപ്പോഴും നബിയുടെ മറ്റേ കൈ അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് കൈകൾ ഉയർത്തി സഹോദരന്മാരെ, സഹോദരികളെ, ആ ദിവസം മുതലാക്കുക, പ്രാർത്ഥിക്കുക. മറ്റുള്ള സ്ഥലത്ത് അപ്പുറത്തൊക്കെ ടെന്റിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിയാര് ഉറക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്യുന്നതൊക്കെ അവിടെ കാണും. അവിടെ ഇരുന്നും മൗലൂദും റാത്തീബും ഒക്കെ നടത്തുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ദിവസം ദുആ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, കൈകൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അസ്തമിക്കുന്നത് വരേക്കും ആ പ്രാർത്ഥന. ഖൈറു ദുആഇ ദുആഉ അസിയ്യത്തി യൗമ അറഫ, അറഫ ദിവസത്തിലെ വൈകുന്നേര സമയത്തുള്ള പ്രാർത്ഥന, അതാണ് ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥന. അതുകൊണ്ട് 1 മണി മുതൽ നമ്മൾ തുടങ്ങി കുറെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കാനായിട്ടില്ല. അവസാന സമയമാകുമ്പോൾ ഏറെ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥന, അസ്തമിക്കുന്നത് വരേക്കും അതിനുള്ള സമയമാണ്. പരലോകത്തെ ഓർമ്മിച്ചുകൊണ്ടുള്ള ആ പരലോകത്ത് മഹിഷറിൽ റബ്ബേ എന്റെ വിചാരണയുടെ ദിവസം, അള്ളാഹുവെ പാപങ്ങളില്ലാത്ത നിലക്ക് നിന്നെ കണ്ടുമുട്ടാൻ, അതിനുവേണ്ടിയാണ് പ്രധാനമായും ചോദിക്കേണ്ടത്. ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ പാപങ്ങളില്ലാതെ തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ അസ്തമിക്കുന്നത് വരെ അവിടെ ഉണ്ടാകണം. അസ്തമിച്ചു കഴിഞ്ഞാൽ അറഫയുടെ ആ സമയം അവസാനിക്കുകയാണ്. എന്നാൽ അസ്തമിച്ചു കഴിഞ്ഞാൽ മഗ്രിബായല്ലോ. നമ്മളൊക്കെ പഠിച്ചത് ഏത് നമസ്കാരവും അതിന്റെ അവ്വലോകത്ത് നമസ്കരിക്കുന്നത് ശ്രേഷ്ഠതയാണ്. പക്ഷെ അറഫയിൽ വെച്ച് മഗ്രിബ് നമസ്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ച് മഗ്രിബ് നമസ്കരിച്ചിട്ടില്ല. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറഫയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരമുള്ള മുസ്ദലിഫയിലേക്ക് പോകണം. ആ മുസ്ദലിഫയിലേക്ക് പോകുന്നത് ഒരു ഒഴുക്കാണ്. വൈദാ അഫൽതും മിൻ അറഫാത്ത്, അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിക്കഴിഞ്ഞാൽ ഒരു ഒഴുക്കായിരിക്കും. വാഹനത്തിൽ സൗകര്യമുണ്ടാകും, അല്ലാത്തവർ ഒന്നിച്ചിങ്ങനെ നടക്കുക. ആ നടത്തത്തിൽ ഒരു 2 മിനിറ്റ് ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞു അവിടെ നിൽക്കാൻ നമ്മൾ ഒരുങ്ങിയാലും അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം മലവെള്ളപ്പാച്ചിൽ വന്ന് ഒഴുകുന്നത് പോലെ മനുഷ്യ സമൂഹം ഒഴുകുകയാണ്. തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പോകുക.
ദുൽഹജ്ജ് 9 അസ്തമിച്ചതിന് ശേഷമുള്ള സമയമാണ്. നമ്മളൊക്കെ പറയാറുള്ള പെരുന്നാരാവാണ്. അതുകൊണ്ട് തക്ബീറുമാകാം, അല്ലാഹു അക്ബർ അല്ലാഹു എന്നിങ്ങനെ തക്ബീറുമാകാം, തൽബിയത്തുമാകാം. നമ്മൾ അറഫയിലേക്ക് നടക്കുക. വാഹനങ്ങളുള്ളവർ വാഹനത്തിൽ പോകുക. ബസ് ഉണ്ടായിരിക്കും, പക്ഷേ അത് 50 ആൾക്ക് ഉള്ള സീറ്റുള്ള ബസ്സാണെങ്കിൽ അതിൽ 100 ആളുകളെ കയറ്റിയിട്ടായിരിക്കും കൊണ്ടുപോകുക. ബസിന്റെ മേലെയും ആളുകൾ പോകുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ പോകുന്ന വഴിയിൽ തൽബിയത്തും തക്ബീറും ചൊല്ലിക്കൊണ്ട് പോകുക. മുസ്ദലിഫയിൽ എത്തിയതിന്റെ ശേഷമാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിലേക്കുള്ള വഴിയിൽ അല്പം തന്റെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ സഹാബത്ത് പറഞ്ഞു, നബിയെ നമ്മൾ നിസ്കരിച്ചിട്ടില്ലല്ലോ. ആ മറന്നുപോയി എന്നല്ല പറഞ്ഞത്, അസ്സലാത്തു ഹുനാക, അസ്സലാത്തു ഹുനാക്, നമസ്കാരം അവിടെ എത്തിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ വിജനമായ മരുഭൂമി. അറഫയിലും മിനായിലും ഒക്കെ ചെറിയ ടെന്റുകൾ ഉണ്ടാകും, പക്ഷെ മുസ്ദലിഫയിൽ അതൊന്നുമില്ല. ആകാശം പുതപ്പും ഭൂമി വിരിപ്പും എന്നുള്ള തോതിൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ധാരാളം ഒതുടുക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒന്നുണ്ടാക്കി നമ്മുടെ കയ്യിൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാകണം. ആ ബെഡ്ഷീറ്റ് അടുത്തടുത്തുള്ള 2-3 ആളുകളാണെങ്കിൽ ആ ബെഡ്ഷീറ്റ് അവിടെ വിരിച്ച് നമുക്ക് ഒന്നു എടുത്ത് വന്ന് ആദ്യം മഗ്രിബ് നമസ്കരിക്കുക, ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, 3 റക്അത്ത് മഗ്രിബ് നമസ്കരിക്കുക, ഉടനെ തന്നെ ഇഖാമത്ത് കൊടുക്കുക, 2 റക്അത്ത് ഇശാവും നമസ്കരിക്കുക. നബിയുടെ ഹജ്ജ് വിശദീകരിക്കുന്നിടത്ത് ഫജ്ർ, പിന്നെ സുബഹി വരെ നബി കിടന്നുറങ്ങി എന്നാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പകല് മുഴുവനും കരഞ്ഞ് കരഞ്ഞ് നമ്മുടെ കണ്ണും കൽബുമെല്ലാം തന്നെ കലങ്ങിയ ദിവസമാണ്. അതുകൊണ്ട് അവിടെ എത്തേണ്ട താമസം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ നിസ്കാരം കഴിഞ്ഞ് വല്ല ആപ്പിളോ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കഴിച്ച് നേരെ സുഖമായി കിടക്കുക. പുരുഷന്മാർ തലമൂടാൻ പാടില്ല. മുസ്ദലിഫയിൽ താമസിക്കുക, രാപ്പാർക്കുക എന്നുള്ളത് ഹജ്ജിന്റെ വാജിബാണ്. ചില ആളുകൾ അത് നഷ്ടപ്പെടുത്താറുണ്ട്. അതൊന്നും വേണ്ട, നമ്മൾ അതിലാണ് പോയാ മതി. പോകലല്ല, സുബഹി വരെ അവിടെ ഉണ്ടാകണം, കിടന്നുറങ്ങണം. അതിനിടയിൽ മുസ്ദലിഫയിൽ കല്ല് പെറുക്കാനാണ് എന്നൊരു ധാരണ ചിലർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ നിന്ന് കല്ല് പെറുക്കിയിട്ടില്ല. എന്നാൽ നമ്മൾ കിടക്കുന്നതിന്റെ അടുത്ത് കല്ലുണ്ടെങ്കിൽ നമുക്ക് കല്ലെടുക്കാം. 70 കല്ലാണ് മൊത്തം നമുക്ക് ആവശ്യമുള്ളത്. ഒരു 4-5 കല്ല് അധികം എടുത്ത് 75 കല്ലെടുത്ത് ഒരു ചെറിയ വെള്ളത്തിന്റെ ബോട്ടലോ മറ്റൊക്കെ അവിടെ കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മൾ എടുത്ത് കയ്യിൽ ബാഗിൽ വെക്കുക. കഴിഞ്ഞ ചില കൊല്ലങ്ങളിൽ ഹജ്ജ് മന്ത്രാലയം ചെറിയ ചെറിയ കീസുകളിൽ കല്ല് വിതരണം ചെയ്യാറുണ്ട് മുസ്ദലിഫയിൽ. അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് പറയേണ്ട, കല്ല് നമുക്ക് സ്വീകരിക്കാം, അതെന്നെ എറിയാൻ അത് ഉപയോഗിക്കാം. ദുൽഹജ്ജ് 10 അന്ന്, അതായത് മുസ്ദലിഫയിൽ രാപ്പാർത്ത് രാവിലെ പ്രഭാതമായി കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കുക. അതിന്റെ ശേഷം വെളിച്ചം പരക്കുന്നത് വരെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. മുസ്ദലിഫയിലുള്ള പള്ളി മസ്ജിദ് മശ്അറുൽ ഹറാം എന്നാണ് പള്ളിയുടെ പേര്. മസ്ജിദ് മശ്അറുൽ ഹറാം. ആ പള്ളിയിലേക്ക് ഇത് പറഞ്ഞ പോലെ എല്ലാവർക്കും എത്താൻ കഴിയില്ല. നമ്മൾ മുസ്ദലിഫയിൽ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അവനവന്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അറുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ പ്രത്യേകം അള്ളാഹുവിനെ പ്രകീർത്തിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളത് ഖുർആന്റെ ആഹ്വാനമാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. ദുൽഹജ്ജ് 10 ആ ദിവസം യൗമുൻ നെഹറാണ്. ആ ദിവസം യൗമുൻ നെഹർ എന്ന് പറഞ്ഞാൽ അറവിന്റെ ദിവസം, അന്ന് മുതലാണ് ആരംഭിക്കുന്നത്. നമുക്ക് ദുൽഹജ്ജ് 10 എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പെരുന്നാൾ എന്നുള്ള ഒരു ചിന്ത അവിടെ കടന്നു വരേണ്ടതില്ല. ചിലർക്കെങ്കിലും തോന്നുന്നു പെരുന്നാളല്ല, ഒന്ന് കുളിക്കണ്ടേ? വേണ്ട. നല്ല വേറൊരു ഡ്രസ്സ് മാറ്റണം എന്നുണ്ടോ? അതുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് വന്ന സ്വഹാബത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരെ സംബന്ധിച്ച് പറയുക, അതൗനി സഹസൻ ഗുബ്റാം, അതായത് ജട പിടിച്ച മുടിയും പൊടി പുരണ്ട വസ്ത്രങ്ങളുമായി കൊണ്ട് എന്റെ ദാസന്മാർ എന്നെ തേടി വന്നിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ അലക്കി തേച്ച് വസ്ത്രം അതൊന്നും അവിടെ അറഫയിലും മിനയിലും ഒന്നും ആവശ്യമില്ല. നജസ് ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ പ്രത്യേകം കുളിയില്ല, പ്രത്യേകമായി നമ്മൾക്ക് വസ്ത്രം മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനേക്കാൾ വലിയ, പെരുന്നാളിനേക്കാൾ വലിയ ഒരു ഇബാദത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന ബോധം നമുക്കുണ്ടാകണം. വെളിച്ചം പരക്കുന്നത് വരെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് മുസ്ദലിഫയിൽ നിന്ന് നേരെ മിനായിലേക്ക് നമ്മൾ നടക്കണം. അത് നടക്കന്നെ വേണം, വേറെ വാഹനമൊന്നും ഉണ്ടാവില്ല.
നമ്മൾ 8-ന് താമസിച്ച ടെന്റാണ് ലക്ഷ്യം വെച്ച് നടക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്കുള്ള നടത്തത്തിൽ എന്നെ കൊണ്ടാണ് കല്ലെടുപ്പിച്ചത്. ഞാനാണ് നബിക്ക് എറിയാനുള്ള കല്ല് പെറുക്കി കൊടുത്തത് മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്കുള്ള വഴിയിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് എന്താ നമുക്കും അവിടുന്ന് എടുക്കാം എന്നാരും കരുതിയും കണ്ട. കാരണം അന്ന് 1,20,000 ഒക്കെ ആളുകളെ ഉള്ളൂ. ഇന്ന് 10 ലക്ഷമല്ല, 20 ലക്ഷമല്ല, 30 ലക്ഷമല്ല, അതിനേക്കാളധികം ആളുകൾ ആ സമയത്ത് ഒഴുകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ മുസ്ദലിഫയിൽ കിടന്നിരുന്നതിന്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് കല്ലെടുക്കാം. ഇല്ലെങ്കിൽ മിനായിൽ വന്ന് ടെന്റിന്റെ പരിസരത്തൊക്കെ കല്ലുണ്ടാവാം. അതൊക്കെ നമ്മൾ എടുക്കുക. ദുൽഹജ്ജ് 10-ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ദുൽഹജ്ജ് 10-ന് ചെയ്യേണ്ടത്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും അധികം കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക, അറവ് നടത്തുക, മുടിയെടുക്കുക, തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ദുൽഹജ്ജ് 10-നാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത തർത്തീബാണ് ഈ പറഞ്ഞത്. എന്നാൽ അത് ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതിന് വിരോധമില്ല. ഏതെങ്കിലും ചില കർമ്മങ്ങൾ, തവാഫ് 10-ന് പോകേണ്ടതിന് പകരം 11-നാണ് ഞങ്ങൾ പോകുന്നത്. കാരണം 10-ന് വലിയ തിരക്കായിരിക്കും, വലിയ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ 11-നോ 12-നോ ഒക്കെ പോയാൽ മതി. ഇനി 13-ന് അവിടെ എത്തിയതിന്റെ ശേഷം തവാഫ് ചെയ്താലും മതിയാകുന്നതാണ്. നമ്മൾ നേരെ 10-ന്റെ അന്ന് നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് വരും. റൂം എന്ന് പറഞ്ഞാൽ ടെന്റിൽ വന്ന് വല്ല കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിച്ച് നേരെ നമ്മൾ എറിയാനുള്ള 7 കല്ലാണ് അന്ന് ആവശ്യമുള്ളത്. 1-2 കല്ല് അധികം എടുക്കുക, 8-9 കല്ലെടുത്തിട്ട് നേരെ നമ്മൾ എറിയാൻ പോകണം. ജംറ എന്ന് പറയുന്ന കല്ലെറിയാനുള്ള സ്ഥലം 3 ജംറകളാണ് മൊത്തമുള്ളത്. 3 ജംറകൾ: ജംറത്തുൽ സുഗ്റ, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ കുബ്ര അല്ലെങ്കിൽ ജംറത്തുൽ അഖബ എന്നൊക്കെ പറയുന്ന. അതിൽ മസ്ജിദുൽ ഖൈഫിന്റെ അടുത്തുള്ള ജംറയാണ് ജംറത്തുൽ സുഗ്റ. അവിടെ അന്ന് എറിയലില്ല. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ജംറത്തുൽ ഉസ്ത, മിഡിൽ ജംറ, അവിടെയും ആ ദിവസം ഏറില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ, അതായത് മിനയുടെ അങ്ങേയറ്റം മക്കയോട് അടുത്ത് നിൽക്കുന്ന ജംറ, ആ ജംറയിൽ മാത്രമാണ് ദുൽഹജ്ജ് 10-ന് കല്ലെറിയാനുള്ളത്. നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നേരെ ജംറയുടെ അടുത്തെത്തുന്നു. നമ്മുടെ കയ്യിൽ കല്ലുകൾ ഉണ്ടായിരിക്കും. ഇതാണ് ഏകദേശം ജംറ എന്ന് പറയുന്നത്. പഴയ കാലത്ത് ഒരു തൂണായിരുന്നു. ആ തൂണിന്റെ ചുറ്റും ഒരു കിണറ്റിന്റെ ആൾമറ പോലുള്ള ഒരു തടം. ഇന്ന് ഏകദേശം ഈ ഹാളിനേക്കാൾ വലിയ മതിലാണ്. ആ മതിലിന് ചുറ്റുഭാഗത്തുമായിക്കൊണ്ട് ഒരു തോണിയുടെ ആകൃതിയിലുള്ള ഒരു തടം വെച്ചിട്ടുണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോറിൽ എറിയാം, ഫസ്റ്റ് ഫ്ലോറിൽ എറിയാം, സെക്കൻഡ്, തേർഡിലൊക്കെ 3-4 സ്ഥലത്ത് എറിയാൻ പറ്റും. എറിയാൻ അങ്ങോട്ട് പോകുന്ന സ്ഥലത്തു കൂടിയല്ല തിരിച്ചു വരേണ്ടി വരിക. മടക്കം മറ്റൊരു വഴിയിലൂടെ ആയിരിക്കും. പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഭീതി നിറഞ്ഞ ദിവസമായിരുന്നു കല്ലേറിന്റെ ദിവസം. ആ കല്ലേറ് ശൈത്താനെ കല്ലെറിയലല്ല, ലിഖാമത്തി ദിക്രില്ല, അള്ളാഹു പറഞ്ഞ ആ ഒരു റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ അത് നിലനിർത്താനാണ് എറിയാൻ പറഞ്ഞത്. ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ കൊണ്ടുപോയ സംഭവവുമായി അത് ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ അതിന് പറയുന്നുണ്ട്. പക്ഷെ കല്ലെറിയാൻ പറഞ്ഞെടുത്ത് ലിഖാമത്തി ദിക്രില്ല എന്നുള്ളതാണ്. നമ്മൾ കല്ലെടുത്ത് അവിടെ എത്തുന്നു. ഓരോ കല്ലുകൾ കൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കല്ല് വീണാ മതി, അതിന്റെ ആ ചുമരിൽ കൊള്ളണം എന്നില്ല. കല്ലെടുത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഓരോ കല്ലുകൾ കൊണ്ട് എറിയുക. 7 കല്ലുകൾ കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രാർത്ഥന ഒന്നുമില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദുൽഹജ്ജ് 8-ന് തുടങ്ങിയ തെൽബിയത്ത് ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നതോടുകൂടി തെൽബിയത്തിന്റെ സമയം കഴിഞ്ഞു. പിന്നീട് നമുക്ക് തെൽബിയത്തില്ല. അപ്പൊ 8 മുതൽ നമ്മൾ ചൊല്ലുന്ന തെൽബിയത്ത് ദുൽഹജ്ജ് 10-ന്റെ അന്ന് ജംറയിൽ കല്ലെറിയുന്നത് വരേക്കുമാണ് ഉള്ളത്. അതുകൊണ്ട് നേരത്തെ ചൊല്ലേണ്ട സമയത്ത് കൂടുതൽ ചൊല്ലുക. നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ തെൽബിയത്ത് ഏറെ ചൊല്ലുക. 10-ന് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 11, 12, 13 ദിവസങ്ങളിൽ തക്ബീറാണ് പിന്നെ ചൊല്ലൽ സുന്നത്തായിട്ടുള്ളത്. നമ്മൾ 10-ന്റെ അന്നുള്ള കർമ്മങ്ങളിൽ ഏതെങ്കിലും 2 നടത്തി കഴിഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് ഏറെക്കുറെ നമുക്ക് ഒഴിവാകാം. തഹല്ലുലുൽ അവ്വൽ എന്ന് പറയും. അപ്പൊ നമ്മൾ അറബിനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു, ഏറും കഴിഞ്ഞു. അപ്പൊ 2 കർമ്മങ്ങൾ നമ്മുടേത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇഹ്റാം മാറ്റാം.
സാധാരണ ഡ്രസ്സിലേക്ക് മാറാം. പാന്റോ ഷർട്ടോ തൊപ്പിയോ നിക്കാബ് സ്ത്രീകൾക്ക് അതൊക്കെ ഉപയോഗിക്കാം. ഇഹ്റാമിൽ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും പിന്നീട് അനുവദനീയമായി. ഭാര്യ ഭർത്തൃ ബന്ധം ഒഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണ്. എന്നാൽ കഴിയുന്നിടത്തോളം 10ന്റെ അന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ അന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നേരെ എറിഞ്ഞു കഴിഞ്ഞ് വേണമെങ്കിൽ മക്കയിലേക്ക് പോകാൻ പറ്റുന്നവർക്ക് പോകാം, നടന്നു പോകാം. അവിടെ പെഡസ്ട്രിയൽ വേ ഉണ്ട്, അതിലൂടെ നടക്കല് സൗകര്യമായിരിക്കും നടക്കാൻ ആരോഗ്യമുള്ള ആളുകൾക്ക്. അല്ലാത്തവർ 11ന്റെ അന്ന് തവാഫ് ചെയ്താലും മതി, ഇനി 12നോ 13നോ ചെയ്താലും മതി. അപ്പൊ നമ്മൾ നബിയുടെ ചര്യ മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 10ന് മക്കയിൽ വെച്ച് ളുഹറും അസറും നിസ്കരിച്ചു എന്ന് കാണാൻ സാധിക്കും. നബിയുടെ കർമ്മങ്ങളിൽ നബി മക്കയിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളും ദുൽഹജ്ജ് 10ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് തവാഫിന് പിന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നേരത്തെ നമുക്ക് മുടിയെടുക്കുന്നതിന് കുഴപ്പമില്ല. 10ന്റെ അന്ന് മുടിയെടുക്കുന്നതിന് വിരോധമില്ല. കാരണം തവാഫ് കഴിഞ്ഞിട്ടേ മുടിയെടുത്തോളൂ എന്നുള്ളതല്ല, മുടിയെടുക്കുക എന്നുള്ളത് തനിയെ ഒരു നുസ്ക്കാണ്, ഒരു ഇബാദത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മുടിയെടുക്കാവുന്നതാണ്. ഏതെങ്കിലും കർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് വിരോധമില്ല. ഒരാള് ബസ്സിൽ നേരത്തെ തവാഫിന് പോയി, തവാഫ് കഴിഞ്ഞതിന്റെ ശേഷമാണ് എറിയാൻ വരുന്നത്, അതിനും തകരാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഏത് കർമ്മവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നതാണ്. ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ആനുകൂല്യമാണ്, ഒരു ഇളവാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും കർമ്മങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ 10ന്റെ അന്ന് മക്കയിൽ പോയി തവാഫും സഅയൊക്കെ ചെയ്ത്, മക്കയിൽ നമ്മളുടെ റൂം ഉണ്ടായിരിക്കും, ആ റൂമിലൊക്കെ ഒന്ന് കയറി വേണമെങ്കിൽ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ്സൊക്കെ ഒന്ന് മാറി വീണ്ടും നമ്മൾ മിനായിലേക്ക് തിരിച്ചു വരണം. രാത്രിയുടെ അധിക സമയവും മിനായിൽ ഉണ്ടാകണം. കാരണം മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് അയ്യാമു തശ്രീഖിന്റെ രാവുകളിൽ മിനായിൽ രാപ്പാർക്കൽ വാജിബാണ്. അത് നഷ്ടപ്പെട്ടാൽ അറവ് വേറെ നടത്തണം. എന്നാൽ 8ന് മിനായിൽ താമസിക്കൽ സുന്നത്തേ ഉള്ളൂ. ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 11, 12, 13ന്റെ രാത്രികൾ മിനായിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ 10ന്റെ അന്ന് തവാഫും സഅയും ചെയ്യാൻ മക്കയിൽ പോയാൽ തിരിച്ച് നേരെ മിനായിലേക്ക് തന്നെ വരിക. മിനായിൽ 3 ദിവസം കഴിഞ്ഞു കൂടുമ്പോഴും 8ന്റെ അന്ന് ചെയ്തതുപോലെയാണ് നമ്മുടെ ഇബാദത്ത്. 4 റക്അത്തുള്ള നമസ്കാരം 2 ആക്കുക. ഓരോ നമസ്കാരവും അതാതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക. 11, 12, 13 തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം 3 ജംറകളിൽ എറിയണം. ആദ്യം ജംറത്തു സുഗ്റ, അതിൽ 7 കല്ലുകൾ കൊണ്ട് എറിയുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 7 കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് ജംറയുടെ വലത് ഭാഗത്തേക്കായി മുന്നിലേക്ക് കയറി നിന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. 11നും 12നും 13നും ഒന്നാമത്തെ ജംറയിൽ എറിഞ്ഞതിന്റെ ശേഷം ജംറയുടെ വലതു ഭാഗത്തേക്കായി നമ്മളെ മുന്നിലേക്ക് അല്പം കയറി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുക. പിന്നെ മുന്നോട്ട് നീങ്ങി ജംറത്തുൽ ഉസ്ത, മിഡിൽ ജംറയിലും നമ്മൾ കല്ലെറിയുക. അവിടെ എറിഞ്ഞതിന്റെ ശേഷം ജംറയുടെ ഇടത് ഭാഗത്തേക്ക് മാറി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ചില സമയത്ത് അവിടെ പോലീസുകാർ വല്ലാതൊന്നും അവിടെ നിർത്താൻ സമയം കിട്ടൂല, അനുവദിക്കൂല. അപ്പൊ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നടക്കുക അടുത്ത ജംറയിലേക്ക് എത്തുന്നത് വരെ. 3ാമത്തെ ജംറയിലും കൂടി എറിയണം, 11നും 12നും 13നും. അതിലെറിഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയില്ല. എന്നാൽ ഏതെങ്കിലും ആളുകൾ 11നും 12നും എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വലിയ സുഖമൊന്നുമില്ലല്ലോ, പ്രയാസമാണ്, കിടക്കാനും സൗകര്യങ്ങളോ കുറവാണ്, നമുക്ക് മക്കയിലേക്ക് പോയാലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ 12ന്റെ അന്ന് ഏറ് കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ മക്കയിലേക്ക് പോകാം. ഖുർആൻ പറഞ്ഞു, ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. 2 ദിവസത്തെ ഏറ് ഗതിയാക്കി ആരെങ്കിലും പോകുന്നുവെങ്കിൽ അതിന് യാതൊരു തകരാറുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13നും കൂടി എറിഞ്ഞിട്ടുണ്ട്. 12ന് മതിയാക്കി പോകണമെന്നുള്ളവർ അസ്തമിക്കുന്നതിന്റെ മുമ്പായിട്ട് മിനയിൽ നിന്ന് പോകണം. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന്റെ ശേഷം, അല്ലെങ്കിൽ നമ്മളിപ്പണ്ട് നടന്നാലോ, അത് പാടില്ല. 12ന് ഏറ് മതിയാക്കി പോകുന്നവർ അസ്തമിക്കുന്നതിന്റെ മുമ്പ് മിനായിൽ നിന്ന് പോകണം. എന്നാൽ 13ന്റെ അന്ന് എറിയാൻ മറ്റാരെങ്കിലും ചുമതലപ്പെടുത്തണോ? അത് വേണ്ട, അത് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് കല്ലേറിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് 11, 12, 13 കൂടിയുള്ള ഏറ് കഴിഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു. പിന്നെ നമ്മളൊക്കെ മിനായിൽ നിന്ന് ഒഴിവാക്കി മക്കയിലേക്ക് എത്തും. പിന്നെ മക്കയിൽ നിന്ന് എന്നാണോ നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്
അതല്ലെങ്കിൽ മക്കയിൽ നിന്ന് എന്നാണോ മദീനത്തേക്ക് പോകുന്നത് ആ ദിവസം നിർവഹിക്കാനുള്ള കർമ്മമാണ് തവാഫുൽ വദാ, അവസാനത്തെ വിടവാങ്ങൽ തവാഫ്. അത് ഹജ്ജിന്റെ വാജിബാണ്. നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഹജ്ജ് പൂർണ്ണമാവുകയില്ല. എന്നാൽ 10ന്റെ അന്നുള്ള തവാഫ് അത് റുക്കിനാണ്, അത് നിർവഹിക്കുക തന്നെ വേണം. തവാഫുൽ വദാ അഥവാ നഷ്ടപ്പെട്ടാൽ ഒരു അറവ് നടത്തിയാൽ പരിഹാരമാകും. 10ന്റെ അന്നുള്ള നിർബന്ധ തവാഫ് 10നോ 11നോ 12നോ 13നോ ഒക്കെ ചെയ്യുന്ന ആ ഒരു തവാഫ് അത് റുക്കിനാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും രണ്ടായിക്കൊണ്ട് മനസ്സിലാക്കുക. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം തവാഫുൽ വദാ വിടവാങ്ങൽ തവാഫ് ചെയ്യുന്ന സമയത്ത്, ചെയ്യേണ്ട സമയത്ത്, അഥവാ അവരുടെ പിരീഡ് സമയമാണെങ്കിൽ അവർക്ക് അള്ളാഹു ആ തവാഫ് ഇളവ് നൽകി കൊടുത്തിരിക്കുന്നു. അവര് പകരം മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ആ തവാഫ് അവർക്ക് ചെയ്യൽ നിർബന്ധമില്ല. അല്ലാത്ത ആളുകൾ തവാഫ് ചെയ്തേ മതിയാകൂ. തവാഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരാടിനെ അറുത്ത് മക്കയിലെ സാധുക്കൾക്ക് വിതരണം ചെയ്യണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതാണ് ഹജ്ജിന്റെ ഏകദേശം ഒരു രൂപമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റമറ്റ രൂപത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു യാതൊരു തടസ്സവുമില്ലാതെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും സ്വീകാര്യമായ മഖബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ദുരന്തങ്ങളും പ്രയാസങ്ങളും യുദ്ധങ്ങളും അതെല്ലാം തന്നെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ നിർഭയത്വമായി കൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഞാനും ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് തന്ന പുസ്തകത്തിൽ എന്റെ പേരും കൂടി അതിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇനി സംശയം ഉണ്ടെങ്കിൽ പിന്നീട് അതിലൂടെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അവിടെ എത്തിയാലും ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, ആ വാട്സപ്പ് ഉപയോഗപ്പെടുത്താം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.